Good morning all. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ബിൽഡിംഗ് മെറ്റീരിയൽസിനകത്ത് ടിമ്പറിന്റെ സെഷൻ 1 ആണ്. ഓക്കെ, നമുക്ക് ആദ്യമേ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വുഡ് ആൻഡ് ടിമ്പർ എന്ന് നോക്കാം. ഇപ്പൊ എല്ലാവരും ജനറലി എല്ലാം രണ്ടും ഒരേപോലെയാണ് വിചാരിച്ചിരിക്കുന്നത്. വുഡിന്റെ അനദർ നെയിം ആണ് ടിമ്പർ എന്ന് വിചാരിക്കുന്നത്. ആക്ച്വലി ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഇപ്പൊ വുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് നാച്ചുറലി അവൈലബിൾ ആയിട്ട് ഇപ്പൊ ട്രീസിൽ നിന്ന് എപ്പോഴും നമ്മൾ ട്രീ എടുക്കുന്നത് ട്രീയുടെ പിക്ചർ ആണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ ട്രീക്ക് മെയിൻ ആയിട്ട് 3 പാർട്സ് ആണുള്ളത്. ഒന്ന് ടോപ്പ് പോർഷൻ, അതിനെ നമ്മൾ ക്രൗൺ എന്ന് പറയും. ദെൻ അതിന്റെ മിഡിൽ അല്ലെങ്കിൽ ആ സ്റ്റെം പോർഷനെ നമ്മൾ ട്രങ്ക് എന്ന് പറയും. ദെൻ അതിന്റെ റൂട്ട്സ്. അപ്പൊ ട്രങ്ക് ഉണ്ട്, റൂട്ട് ഉണ്ട്, ക്രൗൺ ഉണ്ട്. അതിനകത്ത് ഈ ട്രങ്ക് ഇൻക്ലൂഡിങ് ദ സ്റ്റെമ്പ്, ബ്രാഞ്ചസ് എല്ലാം കൂടെ ചേർന്ന പോർഷനെയാണ് നമ്മൾ വുഡ് എന്ന് പറയുന്നത്. Okay, wood is a hard and fibrous substance which forms a major part of the trunk and branches of a tree. Okay, but it is also be defined as a natural polymeric material which practically does not age. ഇതിനെയാണ് നമ്മൾ ഏതായിട്ട് പറയുന്നത്? വുഡ് എന്ന് പറയുന്നത്. ഇനി ഈ വുഡിനെ നമ്മൾ എഞ്ചിനീയറിംഗ് പർപ്പസിന് അല്ലെങ്കിൽ കാർപ്പൻട്രി എഞ്ചിനീയറിംഗ് പർപ്പസ് തന്നെ പറയാം. എഞ്ചിനീയറിംഗ് പർപ്പസിന് യൂസ് ചെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടിമ്പർ എന്ന്. ഓക്കെ, നമുക്ക് ബിൽഡിംഗ് ഉണ്ടാക്കാനാണേലും ഇപ്പം കാർപ്പൻട്രി പർപ്പസിന്, അപ്പൊ പല പർപ്പസിന് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ആ ഒരു ടേമിനെയാണ്, അപ്പൊ അങ്ങനെ യൂസ് ചെയ്യുന്ന വുഡ്സിനെയാണ് നമ്മൾ ടിമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് ആദ്യം എന്താ ടിമ്പർ, എന്താ വുഡ് എന്ന് അറിഞ്ഞിരിക്കുക. ഇപ്പൊ ടിമ്പർ എന്ന് പറയുന്നത് വുഡ് പ്രിപ്പയർഡ് ഫോർ യൂസ് ഇൻ ബിൽഡിംഗ് ആൻഡ് കാർപ്പൻട്രി ഈസ് നോൺ ആസ് ടിമ്പർ. Okay, timber is used for engineering activities, is derived from tree that are generally 2 types. ഇനി നമ്മൾ ടിമ്പറിലോട്ട് ഫോക്കസ് ചെയ്യാണ്. നമുക്ക് പഠിക്കാനുള്ളത് ടിമ്പർ എന്താണ്, ടിമ്പറിന്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കണം, അതിന്റെ സ്ട്രക്ചർ പഠിക്കണം. ഓക്കെ, ആൻഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രീസും പഠിക്കണം. ഓക്കെ, നമുക്കറിയാം ടിമ്പർ എന്ന് പറയുന്നത് നമ്മൾ ട്രീസിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. അപ്പൊ ആദ്യമേ നമുക്ക് ട്രീസിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ട്രീസ് മെയിൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് 2 ടൈപ്സ് ആയിട്ടാണ്. ഫസ്റ്റ് വൺ exogenous tree and second one endogenous trees. ഇത് നമുക്ക് ഇച്ചിരി ഡെപ്തി പഠിക്കണം. എക്സോജനസ് എന്താ, എന്തിനെയാണ് എക്സോജനസ് എന്ന് പറയുന്നത്, എൻഡോജനസ് ട്രീസ് അതിന്റെ ഏത് ടൈപ്പ് ഓഫ് ട്രീ ആണ് എൻഡോജനസ് എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ എക്സോജനസിന് നമ്മൾ കുറച്ച് ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്. കോണിഫർ ട്രീസ് ആൻഡ് ഡെസിഡസ് ട്രീസ് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ദെൻ അതിന്റെ ഓരോ എക്സാമ്പിൾസ്. ഇത്രയാണ് നമ്മളുടെ ട്രീസിന്റെ ക്ലാസിഫിക്കേഷനെ നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ജനറലി നമ്മളൊരു ട്രീക്ക് പറയുവാണെങ്കിൽ നോക്കിയേ, ഇപ്പൊ നമ്മൾ ടിമ്പർ എടുക്കുവാണെങ്കിൽ ടിമ്പറിനെ ബേസ്ഡ് ഓൺ ദർ പൊസിഷൻ വെച്ചിട്ട് കുറെ ക്ലാസിഫിക്കേഷൻ ആണ്. ഡ്യൂറബിലിറ്റി അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യും, അവൈലബിലിറ്റി അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യും. അപ്പൊ അതൊക്കെ ജസ്റ്റ് എന്താന്ന് അവസാനം ഒന്നൊരു സ്ലൈഡിൽ ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ കുറച്ച് ഡെപ്തിലായിട്ട് ആദ്യമേ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ടിമ്പറിന്റെ കാര്യമാണ്. അപ്പൊ ട്രീസ്, ടിമ്പറിന്റെ ടൈപ്സ്, അപ്പൊ ഇതൊക്കെയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ജസ്റ്റ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് ടിമ്പറിന്റെ സ്റ്റാൻഡിങ് ടിമ്പർ, റഫ് ടിമ്പർ ആൻഡ് കൺവേർട്ടഡ് ടിമ്പർ ഓർ ലൂംബർ ടിമ്പർ. നമുക്ക് ഇതിനകത്തെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടേ. ബിൽഡിംഗ് മെറ്റീരിയൽസ് പഠിക്കുമ്പം അനദർ നെയിം ഏത് നമ്മൾ നോർമലി പറയുന്നതിനേക്കാളും വേറൊരു പേരും കൂടെ മിക്ക ടേംസിലും കാണാൻ പറ്റും. അപ്പൊ അതിന്റെ അനദർ ടേമും അല്ല അനദർ നെയിമും കൂടെ അറിഞ്ഞിരിക്കുക. അതായിരിക്കും ചിലപ്പോൾ ഓപ്ഷനിൽ വരുമ്പോൾ നമുക്ക് ജനറലി അറിയാവുന്ന പേരായിരിക്കത്തില്ല, അതിന്റെ വേറൊരു പേരായിരിക്കും കാണുന്നത്. അപ്പൊ അങ്ങനെയുള്ള പേര് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇപ്പൊ സ്റ്റാൻഡിംഗ് ടിമ്പർ എന്താന്ന് നോക്കി, ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം ലിവിംഗ് ട്രീ ആണ് നമ്മൾ പറയുന്നത്. ലിവിംഗ് ട്രീ ഈസ് നോൺ ആസ് സ്റ്റാൻഡിംഗ് ടിമ്പർ. ഓക്കെ, സ്റ്റാൻഡിംഗ് ട്രീ എന്നല്ല, സ്റ്റാൻഡിംഗ് ടിമ്പർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോൺ ആസ് ലിവിംഗ് ട്രീസിനെയാണ്. ഇനി അതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ജസ്റ്റ് നമ്മൾ അതിനെ കൺവേർട്ട് ഒന്നും വലുതായിട്ട് ചെയ്തിട്ടില്ല, ഒന്ന് അതിനെ ഒന്ന് കട്ട് ചെയ്തിടുന്നതിനാണ് പറയുന്നത് റഫ് ടിമ്പർ. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഫെൽഡ് ട്രീ. അപ്പൊ മുറിഞ്ഞു വീണ ട്രീസിനെയാണ് നമ്മൾ റഫ് ടിമ്പർ എന്ന് പറയുന്നത്. റഫ് ടിമ്പർ ആഫ്റ്റർ ഫെല്ലിംഗ് ആൻഡ് സെപ്പറേറ്റിംഗ് ബ്രാഞ്ച്. അപ്പൊ ബ്രാഞ്ചസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി ബാക്കി വരുന്ന ആ ഒരു ഫെല്ല് ചെയ്തിരിക്കുന്ന ട്രീ പോർഷനെയാണ് നമ്മൾ പറയുന്നത് റഫ് ടിമ്പർ. അപ്പൊ സ്റ്റാൻഡിംഗ് ടിമ്പർ എന്ന് പറയുന്നത് ലിവിംഗ് ട്രീ ആണ്. സ്റ്റാൻഡിംഗ് ടിമ്പർ എന്ന് പറയുന്നത് റഫ് ടിമ്പർ എന്ന് പറയുന്നത് ഫെല്ല് ചെയ്തു അതിന്റെ ബ്രാഞ്ചസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി. ലോഗ്, നമുക്കറിയാം ലോഗ്സ് ആണ് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. നമുക്ക് എഞ്ചിനീയറിംഗ് പർപ്പസിനൊക്കെ ലോഗ് ആണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പൊ ലോഗ് എന്ന് പറയുന്നത് barks are removed and cut into pieces of suitable length. അപ്പൊ നമ്മളുടെ ടിമ്പറിന്റെ ഈ ഔട്ടർ ബാർക്ക് എന്ന് പറഞ്ഞാൽ പുറന്തൊലി, അതൊക്കെ റിമൂവ് ചെയ്തിട്ട് ആ ബാക്കി നമ്മൾ നല്ല സ്യൂട്ടബിൾ ലെങ്ത് കട്ട് ചെയ്ത പോർഷൻ ആണ്. എന്നിട്ട് ഇതിനെയാണ് നമ്മൾ ഏതെന്ന് പറയുന്നത് ലോഗ്. നമുക്ക് ആവശ്യമുള്ള ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന പോർഷനെയാണ് ലോഗ് എന്ന് പറയുന്നത്. ഇത് ക്ലാസിഫിക്കേഷൻ ഓഫ് ടിമ്പർ ബേസ്ഡ് ഓൺ ദർ പൊസിഷൻ ആണ്. സ്റ്റാൻഡിങ്, റഫ് ആൻഡ് ലോഗ്.
അല്ലെങ്കിൽ അതിന് വേറെ പറയുന്നത് കൺവേർട്ടഡ് ടിമ്പർ ഓർ ലൂംബർ എന്നും പറയും. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് മെയിൻ ആയിട്ട് ഇനി ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദർ അവൈലബിലിറ്റി ഒക്കെ ഉണ്ട്, അത് ലാസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് ട്രീസിന്റെ ക്ലാസിഫിക്കേഷനിലോട്ട് നോക്കാം. ആദ്യമേ പറഞ്ഞു ട്രീസ് മെയിൻലി 2 ടൈപ്സ് ആണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എക്സോജനസ് ട്രീ ആൻഡ് എൻഡോജനസ് ട്രീ. പേര് പറയാം, എക്സോജനസ് ആൻഡ് എൻഡോജനസ് ട്രീ. എക്സോജനസ് ട്രീ എന്ന് പറയുന്നത് ഗ്രോത്ത് ഔട്ട്വേർഡ്, നമ്മളിപ്പോ സാധാരണ നമ്മളുടെ തേക്ക്, മഹാഗണി, അപ്പൊ അതൊക്കെ നോക്കുവാണെങ്കിൽ അതിന്റെ എന്താ വണ്ണം കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ വണ്ണം കൂടുതലുള്ള ട്രീസിനെയാണ് നമ്മൾ എക്സോജനസ് ട്രീ എന്ന് പറയുന്നത്. അപ്പൊ അത് ഗ്രോ ചെയ്യുന്നത് ഔട്ടർ വേർഡിലായിരിക്കും, ഒരുപാട് നീളത്തിലല്ല. ആവശ്യത്തിന് നീളം ഒരു പർട്ടിക്കുലർ ലെങ്ത് വരെ പോകത്തുള്ളൂ. പക്ഷെ അത് അതിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് അതിന്റെ തിക്നെസ് ആണ്, അതിന്റെ ആ ഒരു പെരിമീറ്റർ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ അതിനെ പറയുന്നത് ഗ്രോ ഔട്ട്വേർഡ്. അപ്പൊ ഗ്രോ ഔട്ട്വേർഡിന് പറയുന്ന പേരാണ് എക്സോജനസ്. ഇനി എൻഡോജനസ് ട്രീ, എൻഡോജനസ് എന്ന് പറയുന്നത് ഇങ്ങനെ നീണ്ടു പോകും, നല്ല ഹയർ, അപ്പൊ എന്താ ലോങ്ങർ ആയിട്ട് വളരുന്ന ട്രീസിനെയാണ് നമ്മൾ എൻഡോജനസ് ട്രീ എന്ന് പറയുന്നത്. ഗ്രോ ഇൻവേർഡ് ആൻഡ് ലോങ്ങർ, അപ്പൊ അകത്തോട്ട് ഗ്രോത്ത് അകത്തോട്ട് ലെങ്ത് വൈസും ആണ് നടക്കുന്നത്. അപ്പൊ വലുതായിട്ട് വണ്ണം ഒന്നും കാണത്തില്ല. ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാല് ബാംബു, കെയിൻ, പാം, കോക്കനട്ട് ട്രീ, ഇതൊക്കെ എന്താ എൻഡോജനസ് ട്രീസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് ആദ്യമേ 2 പേര് അറിഞ്ഞിരിക്കുക, എക്സോജനസ് ട്രീസ് ആൻഡ് എൻഡോജനസ് ട്രീ. ഇനി നമുക്ക് പഠിക്കാനുള്ള എക്സോജനസ് ട്രീസിനകത്ത് എഗെയിൻ നമ്മൾ കുറച്ച് ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്. അതിന്റെ ഫസ്റ്റ് വൺ ആണ് കോണിഫേഴ്സ് ആൻഡ് ഡെസിഡസ് ട്രീസ്. അപ്പൊ ഡെസിഡസ് ഏതിന്റെ അണ്ടറിൽ വന്നാന്ന് ചോദിക്കുക, എക്സോജനസ് ആണ്. കോണിഫേഴ്സും എക്സോജനസ് ആണ്. പക്ഷെ അതിന് നമ്മൾ അതിന്റെ ആ ഒരു ലീഫിന്റെ പ്രത്യേകത അനുസരിച്ച്, ആ ട്രീയുടെ ലീഫിന്റെ അവൈലബിലിറ്റി, പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന ഫ്രൂട്ട്സിന്റെ അവൈലബിലിറ്റി, അപ്പൊ അതനുസരിച്ച് നമ്മൾ അതിന് വേറെ ഒരു പേര് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ കോണിഫേഴ്സ്, അപ്പൊ കോണിഫേഴ്സ്, കോൺ എന്ന് പേര് വരാൻ റീസൺ, ഈ കോണിഫേഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ നിന്ന് വരുന്ന ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് കോൺ ഷേപ്പിലെ ഫ്രൂട്ട്സ് തരുന്ന ട്രീസിനെയാണ് നമ്മൾ ജനറലി കോണിഫേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എവർഗ്രീൻ ട്രീസ് ആണ്. Conifers are also known as evergreen trees. Leaves do not fall till new ones grow. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അപ്പം എന്താ ലീവ്സ് മൊത്തം പൊഴിഞ്ഞു നിൽക്കുന്ന ഒരു കണ്ടീഷൻ നമുക്ക് ആ ട്രീസിൽ കാണാൻ പറ്റത്തില്ല. ലീവ്സ് പൊഴിയും, പക്ഷെ പുതിയ ലീവ്സ് വന്നിട്ട് മാത്രമേ പഴയ ലീവ്സ് ഫെല്ലാവത്തുള്ളൂ. അപ്പൊ അതിനെയാണ് നമ്മൾ കോണിഫേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ കോണിഫേഴ്സിന്റെ പ്രത്യേകതയാണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എവർഗ്രീൻ ട്രീസ് എന്നറിയപ്പെടും. ലീവ്സ് ഡു നോട്ട് ഫോൾ ടിൽ ന്യൂ വൺസ് ഗ്രോ and bear cone shaped fruit. അപ്പൊ കോൺ ഷേപ്ഡ് ഫ്രൂട്ട്സിനെയാണ് കോണിഫേഴ്സ് ട്രീസ് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾസ് ഉണ്ട്. അപ്പൊ ഞാൻ ഒരു ടാബുലാർ കോളത്തിൽ കാണിക്കാം. അപ്പൊ എക്സാമ്പിൾസ് ഇമ്പോർട്ടന്റ് ആണ്, എക്സാമ്പിൾസ് നോട്ട് ചെയ്ത് വെക്കണം, എക്സാമ്പിൾസ് ആയിരിക്കും ചോദിക്കുന്നത്. ഇനി ഡെസിഡസ് ട്രീസ് എന്ന് പറഞ്ഞാല് ഇവിടെ ബ്രോഡ് ലീഫ് ട്രീസ്. അപ്പൊ ട്രീസിന്റെ ആ ലീഫ് നോക്കുവാണെങ്കിൽ നല്ല വൈഡ്, മറ്റേതെന്ന് പറയുന്നത് കുറച്ച് എന്താ ലെങ്ത് വൈസ് മാത്രമായിരിക്കും നമുക്ക് ആ ഒരു ട്രീസിന്റെ ലീവ്സ് കാണാൻ പറ്റുന്നത്. ഇവിടെ ബ്രോഡ് ലീവ്സ് ആയിരിക്കും ഡെസിഡസിനകത്ത് കാണാൻ പറ്റുന്നത്. ലീവ്സ് ഫോൾ ഇൻ ഓട്ടം ആൻഡ് ന്യൂ വൺ അപ്പിയർ ഇൻ സ്പ്രിംഗ്. ഇപ്പൊ ഡെസിഡസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓട്ടം സീസണിൽ ലീവ്സ് ഫെല്ല് ചെയ്യും, ആൻഡ് സ്പ്രിംഗ് സീസണിലാണ് ന്യൂ ലീവ്സ് അപ്പിയർ ചെയ്യുന്നത്. ഇനി നമ്മൾ മോസ്റ്റ് എഞ്ചിനീയറിംഗ് പർപ്പസിന് യൂസ് ചെയ്യുന്ന ഏത് ട്രീസ് ആന്ന് പറഞ്ഞാൽ ഡെസിഡസ് ട്രീസ് ആണ് എഞ്ചിനീയറിംഗ് പർപ്പസിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. തേക്ക് തന്നെ ആലോചിച്ചാൽ മതി എക്സാമ്പിൾ ആയിട്ട്. അപ്പൊ അതെന്ന് പറയുന്നത് ലീഫ് നോക്കി കഴിഞ്ഞാൽ ഭയങ്കര ബ്രോഡ് ലീഫാണ് അതിന് നമ്മൾ കാണാൻ പറ്റുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ എഞ്ചിനീയറിംഗ് പർപ്പസിന് യൂസ് ചെയ്യുന്ന ട്രീസ് എന്ന് പറയുന്നത് ഡെസിഡസ് ട്രീസ് ആണ് എഞ്ചിനീയറിംഗ് പർപ്പസിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഓരോന്നായിട്ട് നോക്കാം. എക്സോജനസ്, ഇപ്പൊ ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ തന്നെയുള്ളൂ, അതൊന്ന് എഴുതി വെച്ചത് മാത്രമേ ഉള്ളൂ. ദീസ് ആർ ദ ട്രീസ് ദാറ്റ് ഗ്രോ ഇൻ ബൾക്ക് ബൈ ഇൻക്രീസിംഗ് ദ ഔട്ട്വേർഡ് ഡയറക്ഷൻ. വെളിയിലോട്ട് ഔട്ട്വേർഡ് ഡയറക്ഷനിലായിരിക്കും ഇൻക്രിമെന്റ് നടക്കുന്നത്. നോക്കിയാൽ ലെങ്ത് അത്രയും വലിയ ഹൈറ്റ് പോകുന്നില്ല, ഒരു പർട്ടിക്കുലർ ഹൈറ്റ് വരെ അത് പോകുന്നുള്ളൂ. These trees never shed their leaves until new one are grown is known as evergreen trees. അപ്പൊ ഈ എക്സോജനസ് ട്രീസിനകത്തെ ചില ട്രീസിനകത്ത് പുതിയ ലീവ്സ് വന്നതിന് ശേഷം പഴയ ലീവ്സ് ഫെല്ല് ചെയ്യുന്നതിനാണ് നമ്മൾ എവർഗ്രീൻ ട്രീസ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതെന്ന് പറഞ്ഞാല് കോണിഫർ ട്രീസ് ആണ്. ഇനി കോണിഫർ ട്രീസിന്റെ പ്രത്യേകതയാണ് പറയുന്നത്. These trees bear cone shaped fruit, hence this class of trees known as conifer trees. Okay, these trees consist of circular ring along their horizontal direction that is added up each year, hence is termed as annual rings എന്നൊക്കെ പറയും.
which is helpful in finding the age of the tree. അപ്പൊ ആദ്യമേ എന്താ നോക്കുക, ആനുവൽ ട്രീസ് എന്താന്ന് ഞാനൊന്ന് ആനുവൽ റിങ്സ് എന്താന്ന് പറഞ്ഞുതരാം. കാര്യം പിന്നെ ഒരുപാട് തവണ നമ്മൾ ആ ഒരു ടേം വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്യും. അപ്പൊ നോക്കിയ ആനുവൽ റിങ്സ്. ആനുവൽ റിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ട്രീ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ട്രീയെ ഒന്ന് കട്ട് ചെയ്ത് നമ്മള് ട്രീ എന്നാണ്ട് ഇങ്ങനെ ഒരു ട്രീയെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കണ്ട് ഇവിടെ ഏതെങ്കിലും ഒരു പോർഷനെ കട്ട് ചെയ്ത് നമ്മൾ അതിന്റെ ടോപ്പിൽ നോക്കുമ്പോൾ കണ്ട് ഇങ്ങനെ ഒരു ഷേപ്പിൽ നമുക്ക് കാണാൻ പറ്റും. ഇത് എക്സോജനസ് ട്രീസിന്റെ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് നോക്കിയേ, ഇതിനകത്ത് കുറെ ഹാർഡ് സ്ട്രക്ചർ പഠിക്കുന്നുണ്ട്. അതിന് മുമ്പ് ഞാൻ ആനുവൽ റിങ്സ് എന്താന്ന് പറയുക, ഇവിടെ നല്ല ഒരു ബ്രൗൺ കളറാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ വെളിയിലോട്ട് പോകുമ്പോൾ കുറച്ച് വൈറ്റിഷ് കളർ പോലൊക്കെ വരും. അപ്പൊ ഇതിനകത്ത് ഇതിന് ചുറ്റും ഇങ്ങനെ റൗണ്ട് ആയിട്ടിരിക്കുന്ന ആ കുറെ ഫൈബേഴ്സിന് പറയുന്ന പേരാണ് ആനുവൽ റിങ്സ്. ആനുവൽ റിങ്ങിന്റെ പ്രത്യേകത ഓരോ വർഷം കൂടുന്തോറും ഇവിടെ ഒരു ആനുവൽ റിംഗ് ഉണ്ട്. അടുത്ത വർഷം പോകുമ്പോൾ ഇത് പഴയതാവും, പിന്നെ പുതിയ ആനുവൽ റിങ്സ് വരും. അപ്പൊ ഓരോ വർഷം കൂടുമ്പോൾ ആനുവൽ റിങ്സ് ആഡപ്പ് ആയിക്കൊണ്ടിരിക്കും. ഏതിനകത്ത്? എക്സോജനസ് ട്രീസിനകത്ത് ആഡപ്പ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതെന്ന് പറയുന്നത് നമുക്ക് ആനുവൽ റിങ്സിന്റെ നമ്പേഴ്സ് വെച്ച് നമുക്ക് ട്രീസിന്റെ ഇയർ കൗണ്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഏജ് ഓഫ് ദ ട്രീസ് ഡിറ്റർമൈൻ ചെയ്യുന്ന ഏതിന്റെയാന്ന് പറഞ്ഞാൽ ആനുവൽ റിങ്സിന്റെ നമ്പർ ഓഫ് ആനുവൽ റിങ്സ് വെച്ചിട്ടാണ് ഏജ് ഓഫ് ദ ട്രീ നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. അതിന്റെ വേറൊരു പിക്ചർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കുറച്ചുകൂടെ നല്ലതുപോലെ കാണാൻ പറ്റും. ഇതാണ് ഓരോ ആനുവൽ റിങ്സ്. അപ്പൊ ആനുവൽ റിങ്സ് പറയുമ്പോൾ അതിന്റെ കൂടെ വേറൊരു ടേമും കൂടെ അറിഞ്ഞിരിക്കാം, മെഡുലറി റേസ് എന്താണ്. മെഡുലറി റേസ് എന്ന് പറഞ്ഞാല് ഇത് സർക്കുലർ ഡയറക്ഷനിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് കാണാൻ പറ്റുന്ന റേസിനെയാണ് ആനുവൽ റിങ്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ വരുന്ന റേസിനെയാണ് നമ്മൾ മെഡുലറി റേസ് എന്ന് പറയുന്നത്. ഈ രണ്ട് ടേം നിങ്ങൾ അറിഞ്ഞിരിക്കുക. ആനുവൽ റേസ് എന്താണ്, മെഡുലറി റേസ്. ആനുവൽ റേസ് എന്ന് പറയുന്നത് കോൺസെൻട്രിക് സർക്കിളിനെയാണ്. ആനുവൽ റേസ് എന്ന് പറയുന്നത് ഒരു ട്രീയുടെ ഏജിനെ ഡിറ്റർമൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ആനുവൽ റിങ്സ് ആണ്. മെഡുലറി റേസ് എന്ന് പറഞ്ഞാൽ ആനുവൽ റിങ്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് കാണുന്നത്, അല്ലെ റേഡിയൽ ഡയറക്ഷനിൽ പോകുന്ന റേസിനെയാണ് മെഡുലറി റേസ് എന്ന് പറയുന്നത്. ഇത് നോക്കിയാൽ കുറച്ചുകൂടി ഒരു ഭയങ്കര ഒരു അടുത്തൊരു വ്യൂ ആണ്. മെഡുലറി റേസ് സ്പ്ലിറ്റ് ചെയ്തു, ഇതൊക്കെ ഒരു ഡിഫക്റ്റ് ആണ്. സ്പ്ലിറ്റ് ചെയ്തതാണ് മെഡുലറി റേസ്. ഓക്കെ, അപ്പൊ ഇതെന്താന്ന് മനസ്സിലാക്കുക. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ആനുവൽ റിങ്സ് എന്താന്ന് നല്ലതുപോലെ മനസ്സിലാക്കണം. ഓക്കെ, ഇനി എക്സോജനസിനകത്ത് നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് ഫുള്ളി നോട്ട് തന്നേ ഉള്ളൂ, പറഞ്ഞിരിക്കും. ഇത്രയും കാര്യം അറിഞ്ഞിരുന്നാൽ മതി. നമ്മൾ അഗൈൻ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് കോണിഫേഴ്സ്. ഇനി കോണിഫേഴ്സ് ട്രീസിനെയാണ് സോഫ്റ്റ് വുഡ് ട്രീ എന്ന് പറയുന്നത്. അത് അവിടെ നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ്. അപ്പൊ എക്സോജനസ് ട്രീ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ കോണിഫേഴ്സ് ആൻഡ് സെക്കൻഡ് വൺ ഡെസിഡസ്. കോണിഫേഴ്സ് എന്ന് പറയുന്നത് എവർഗ്രീൻ ട്രീ ആണ്. ഇതിന്റെ പ്രത്യേകതയെ നമ്മൾ നോക്കി. ദാറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സോഫ്റ്റ് വുഡ് ട്രീ. അപ്പൊ ഇങ്ങനെ സോഫ്റ്റ് വുഡ്, ഹാർഡ് വുഡ് എന്ന് പറയും. അപ്പൊ കോണിഫേഴ്സ് സോഫ്റ്റ് വുഡ് ആണ്, ഹാർഡ് വുഡ് എന്തായിരിക്കും? ഡെസിഡസ് ട്രീസിനെയാണ് നമ്മൾ ഹാർഡ് വുഡ് ട്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതിന്റെയും കൂടെ ഡിഫറൻസ് ഒക്കെ സോഫ്റ്റ് വുഡ്, ഹാർഡ് വുഡ് തമ്മിൽ ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഈ പറയുന്ന ആനുവൽ റിങ്സും ഉണ്ട്, മെഡുലറി റേസും ഉണ്ട്. പക്ഷെ അതിന്റെ ആ ഒരു അലൈൻമെന്റ് കുറച്ച് വ്യത്യാസങ്ങൾ വരും. നമുക്കത് നോക്കാം. Okay, conifers, these trees possess distinct annual rings and indistinct medullary rings. But distinct annular rings എന്ന് പറഞ്ഞാൽ annular rings എന്തായിരിക്കും? നല്ല ഡിസ്റ്റൻസ് അകന്നകന്നാണ് ആനുവൽ റിങ്സ് കോണിഫേഴ്സിൽ കാണാൻ പറ്റുന്നത്. പക്ഷെ മെഡുലറി റേസ് എന്ന് പറയുന്നത് അടുത്തടുത്തിട്ടായിരിക്കും മെഡുലറി റേസ് വിസിബിൾ ആയിരിക്കുന്നത്. പിന്നെ അതിന്റെ കളർ എന്ന് പറയുന്നത് ലൈറ്റ് വെയിറ്റ് ആണ്, ലൈറ്റ് കളർ ആണ്. ഓക്കെ, ലൈറ്റ് ഇൻ വെയിറ്റ് ആൻഡ് ലൈറ്റ് കളേഴ്സ് ആണ് സോഫ്റ്റ് വുഡിന്. എക്സാമ്പിൾ എന്ന് പറയുന്നത് ചെറ്, ഡിയോഡർ, പൈൻ, സ്പ്രൂസ്. അപ്പൊ ഇതൊക്കെയാണ് കോണിഫേഴ്സിന്റെ എക്സാമ്പിൾസ്. അപ്പൊ നോക്കിയേ, ചെറ്, ഡിയോഡർ, പൈൻ ആൻഡ് സ്പ്രൂസ്. ഇത്രയും കോണിഫേഴ്സിന്റെ കുറച്ചും കൂടെ അത് എക്സ്ട്രാ ഉണ്ട്. ഇനി ഡെസിഡസ് ട്രീ എന്ന് പറയുന്നത് ഹാർഡ് വുഡ് ട്രീ ആണ്. ഹാർഡ് വുഡ് പറയുന്നത് പോലെ ഡെസിഡസ് ട്രീ എന്ന് പറയുന്നത് ബ്രോഡ് ലീവ്ഡ് ട്രീസ് ആണ്. They shed their leaves in autumn and again grown back in springs. Wood obtained for these trees hard, strong, non-resinous and hard in color ആണ്. അപ്പൊ ലൈറ്റ് കളർ ആണ് സോഫ്റ്റ് വുഡ്, നല്ല ഡാർക്ക് കളർ ആണ് ഹാർഡ് വുഡിന് വരുന്നത്. These possess indistinct annular rings and distinct medullary rings. Annular rings അടുത്തടുത്ത് കാണാൻ പറ്റുന്നത് ഡെസിഡസ് ട്രീസിനകത്താണ്. ഡെസിഡസ് ട്രീസിനകത്ത് മെഡുലറി റേസ് കുറച്ച് ഡിസ്റ്റൻസ് മാറി മാറിയേ നമുക്ക് വിസിബിൾ ആവത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ സാൽ, ഓക്ക്, ടേക്ക്, ബാബിൾ എന്നൊക്കെ പറയുന്നത് എന്നിന്റെ എക്സാമ്പിൾസ് ആണ്. ഡെസിഡസ് ട്രീസിന്റെ എക്സാമ്പിൾ ആണ്.
ഓക്കെ, പിന്നെ നമുക്ക് ജസ്റ്റ് ആ സോഫ്റ്റ് വുഡും ഹാർഡ് വുഡും തമ്മിലുള്ള ഡിഫറൻസ് ഒരു സ്ലൈഡ് ആയിട്ട് തന്നേ ഉള്ളൂ. നമുക്ക് എളുപ്പത്തിൽ നോക്കാൻ വേണ്ടി സോഫ്റ്റ് വുഡ് എവർഗ്രീൻ ട്രീ, ഹാർഡ് വുഡ് ബ്രോഡ് ലീഫ് ട്രീ. ഓക്കെ, ഇത്രയും പറഞ്ഞപ്പോഴേ നിങ്ങൾക്ക് ഇത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാവുന്നേ ഉള്ളൂ. ഇനി എങ്ങനെയായിരുന്നു പറഞ്ഞേ? ഡിസ്റ്റിങ്ക്ട് ആനുലർ റിങ്സ് ആണ് ഹാർഡ് വുഡിനകത്ത്. ഇൻഡിസ്റ്റിങ്ക്ട് തന്നെ അടുത്തടുത്താണ് എന്താ ആനുലർ റിങ്സ് കാണാൻ പറ്റുന്നത്. ആനുലർ റിങ്സ് ആട്ടോ ഈ കാണിച്ചിരിക്കുന്ന പിക്ചർ. ആനുലർ റിങ്സ് ആണ്. ലൈറ്റ് കളർ, ഡാർക്ക് കളർ. പിന്നെ പുവർ ഫൈബർ റെസിസ്റ്റൻസ് കുറവാ. സോറി, ഫൈബർ അല്ല, ഫയർ റെസിസ്റ്റൻസ്. സോറി, പുവർ ഫയർ റെസിസ്റ്റൻസ് ആൻഡ് മോർ ഫയർ റെസിസ്റ്റൻസ്. ഇതിനകത്ത് ഫയർ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. ഇൻഡിസ്റ്റിങ്ക്ട്, ഇപ്പൊ ഇത് ഡിസ്റ്റിങ്ക്ട് ആണെങ്കിൽ മെഡുലറി റേസ് ഇൻഡിസ്റ്റിങ്ക്ട് ആണ്. ഹാർഡ് വുഡ് നോക്കുവാണെങ്കിൽ ഇൻഡിസ്റ്റിങ്ക്ട് ആനുലർ റിങ്സ് ആണ്, ഡിസ്റ്റിങ്ക്ട് മെഡുലറി റേസ്. പിന്നെ ക്യാൻ സ്പ്ലിറ്റ് ഈസിലി, എളുപ്പത്തിൽ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. എളുപ്പത്തിൽ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന റീസൺ എന്ന് പറഞ്ഞാൽ ആനുലർ റിങ്സ് അകന്നകന്നൊക്കെ ഇരിക്കുവാണ്, അപ്പൊ നമുക്ക് എളുപ്പത്തിൽ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിനകത്ത് പെട്ടെന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് ആനുലർ റേസ് ഇൻഡിസ്റ്റിങ്ക്ട് ആണ്. പിന്നെ ലൈറ്റ് വെയിറ്റ് ആണ് ആൻഡ് ഹാർഡ് വുഡ് ഹെവി വെയിറ്റ് ആണ്. ഇത്രയും ഡിഫറൻസ് അറിഞ്ഞിരിക്കും. ഇതെല്ലാം നമ്മൾ ഏതിനകത്ത് പഠിച്ചിരിക്കുന്നത്? എക്സോജനസ് ട്രീസിനകത്താണ് പറയുന്നത്. ഓക്കെ, എന്നാണ്ട് നമ്മൾ സ്ട്രക്ചർ നോക്കുമ്പോൾ പിന്നെ പഠിക്കണം. അപ്പൊ ഓരോന്ന് ഞാൻ ഇവിടെയാണ്, ഇതിനെ നമ്മൾ സെന്ററിനെയാണ് നമ്മൾ പിത്ത് എന്ന് പറയുന്നത്. പിന്നെ ഔട്ടർ റിങ്സ്, അതിനെയാണ് ആനുവൽ റിങ്സ് എന്ന് പറയുന്നത്. ദെൻ അതിന് റേഡിയൽ ആയിട്ട് വരുന്നത് മെഡുലറി റേസ്. ഇനി എക്സാമ്പിൾസ്, ഇത്ര എക്സാമ്പിൾസ് ആണ് മാക്സിമം നമുക്ക് പഠിക്കേണ്ടത്. കോണിഫേഴ്സ്, ഡെസിഡസ് ട്രീസ്. കോണിഫേഴ്സിൽ വരുന്ന പൈൻ, ഡിയോഡർ, സ്പ്രൂസ്, സീഡർ, ലാർച്ച്, ഹെംലോക്ക്, ഫിർ, ചിർ, കെയ്ൻ. ഇതിനകത്ത് ക്വസ്റ്റ്യൻ അധികം കണ്ടിട്ട് വരുന്ന ഇതൊന്നും വലുതായിട്ട് ഇത്രയും മൂന്നെണ്ണം അങ്ങനെ കാണാറില്ല. ബാക്കി 6 എന്തായാലും പഠിക്കാം. പൈൻ, ഡിയോഡർ, സ്പ്രൂസ്, ചിർ, ഫിർ. പേരിനകത്ത് തന്നെ പറയുമ്പോൾ ഒരു രസമുണ്ട്. ചിർ, ഫിർ, കെയ്ൻ, ചെറിയ ചെറിയ ഇതും കൂടെ ആയിരുന്നു. പിന്നെ ഡെസിഡസ്, ടേക്ക്, ഓക്ക്, സാല്, ഷീശാം. ഷീശാം ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മേപ്പിൾ, എം, ബേർച്ച്, മഹാഗണി. അതിനകത്ത് മഹാഗണി, തേക്ക്, ഓക്ക്, സാല് ഇതെല്ലാം വരുന്നത് ഡെസിഡസ് ട്രീസിനകത്താണ്. ഓക്കെ, ഇനി നമുക്ക് എൻഡോജനസ് ട്രീസ് എന്താന്ന് നോക്കാം. ഓൾറെഡി പറഞ്ഞതാണ്. എൻഡോജനസ് ട്രീസ് എന്ന് പറയുന്നത് നല്ല ഇൻവേർഡ് ഗ്രോത്ത് ആണ് നടക്കുന്നത്. പിന്നെ ലെങ്ത് വൈസ് നമ്മുടെ കോക്കനട്ട് ട്രീസ് ഒക്കെ നോക്കുവാണെങ്കിൽ എൻഡോജനസ്, കവുങ്ങ്, കോക്കനട്ട് ഒക്കെ നോക്കുന്നത് എൻഡോജനസ് ട്രീസ് ആണ്. These are the trees which grow in bulk in inward direction. അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇൻവേർഡ് ഡിറക്ഷൻ and consist of fibrous marks throughout their longitudinal direction. ഫൈബ്രസ് മാർക്സ് കാണുന്നത് ഇവിടെ നോക്കിയേ, ഇങ്ങനെ കാണാലോ നിങ്ങൾക്ക്. ഇതൊരു ബാമ്പു ആണ്. അപ്പൊ ഇവിടെ കണ്ടോ, നമുക്ക് നമ്മുടെ തെങ്ങ് നോക്കുവാണെങ്കിൽ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പൊ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ ഫൈബ്രസ് മാർക്സ് നമുക്ക് വിസിബിൾ ആണ്. Wood obtained from these trees have limited engineering application. അപ്പൊ എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻ എൻഡോജനസ്. എൻഡോജനസ് ട്രീസിന്റെ ആപ്ലിക്കേഷൻ എവിടെ വരുന്നത്? സ്കഫോൾഡിംഗ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി. നമുക്ക് തട്ടുകൾ ഉണ്ടാക്കുമല്ലോ, സ്കഫോൾഡിംഗ് ഒക്കെ നിങ്ങൾ പഠിച്ചാണ്. അപ്പൊ സ്കഫോൾഡിംഗ് പർപ്പസിന് യൂസ് ചെയ്യുന്ന ട്രീസ് ഏതാന്ന് ചോദിക്കുവാണെങ്കിൽ എൻഡോജനസ് ട്രീസ് ആണ് സ്കഫോൾഡിംഗിന് യൂസ് ചെയ്യുന്നത്. എഞ്ചിനീയറിംഗ് പർപ്പസിന് നമ്മൾ എക്സോജനസ് ആണ് യൂസ് ചെയ്യുന്നത്. എക്സോജനസിനകത്ത് ഏതാന്ന് ചോദിച്ചാൽ ഡെസിഡസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എക്സാമ്പിൾ ബാംബു, കെയിൻ, പാം ട്രീസ് എക്സെപ്റ്റ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട അടുത്ത സെക്ഷൻ ആണ് സ്ട്രക്ചർ ഓഫ് എ ട്രീ. സ്ട്രക്ചർ ചോദിക്കാം. ഇപ്പൊ തന്നെ നിങ്ങൾ കുറെ പിക്ചർ ഞാൻ കാണിച്ചാണ്. മെഡുലറി റേസ്, ആനുവൽ റിങ്സ്, പിന്നെ അതുകൂടാതെ കുറച്ച് 2-3 ടേംസും കൂടെ അഡീഷണൽ ആയിട്ട് വരുമെന്നേ ഉള്ളൂ. ജനറലി നമ്മൾ സ്ട്രക്ചറിനെ മൈക്രോ സ്ട്രക്ചർ ആൻഡ് മാക്രോ സ്ട്രക്ചർ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. മൈക്രോ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ? അണ്ടർ മൈക്രോസ്കോപ്പിക് സ്റ്റഡി നടത്തുന്നതാണ് മൈക്രോ സ്ട്രക്ചർ. മാക്രോ സ്ട്രക്ചർ എന്ന് പറയാൻ നമ്മുടെ നമുക്ക് കാണാൻ പറ്റുന്ന എന്താ സ്ട്രക്ചേഴ്സിനെയാണ് മൈക്രോ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമുക്ക് ഡീൽ ചെയ്യാനുള്ളത് മൈക്രോ സ്ട്രക്ചർ ആണ്. ഓക്കെ, അപ്പൊ മൈക്രോ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാന്ന് നോക്കാം. അതിന്റെ ക്ലാസിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് അതിന്റെ ടൈപ്പ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. മൈക്രോ സ്ട്രക്ചർ, ടിമ്പർ കൺസിസ്റ്റ് ഓഫ് ലിവിംഗ് ആൻഡ് ഡെഡ് സെൽസ് ഉണ്ട്. ഇനി കണ്ടക്റ്റീവ് സെൽസ്, മെക്കാനിക്കൽ സെൽസ് ആൻഡ് സ്റ്റോറേജ് സെൽസ്. കണ്ടക്റ്റീവ് സെൽസ്, മെക്കാനിക്കൽ സെൽസ്, സ്റ്റോറേജ് സെൽസ്, ഇതെല്ലാം മൈക്രോ സ്ട്രക്ചർ ആണ് പറയുന്നത്. അതിനകത്ത് കണ്ടക്റ്റീവ് എന്ന് പറഞ്ഞാൽ കണ്ടക്ട് ചെയ്യുന്ന, അപ്പൊ നിങ്ങൾക്ക് അറിയാം ട്രാൻസ്ഫർ ന്യൂട്രിയൻസ്. ഇവിടെ കണ്ടക്ട് ചെയ്യുന്ന എന്താ? ന്യൂട്രിയൻസ് ആണ്. നമ്മുടെ ട്രീസ് റൂട്ട്സ് സോയിലിൽ നിന്നൊക്കെ അതിന്റെ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്തിട്ട് ട്രീസിന്റെ പല പോർഷനിലോട്ടും കൊണ്ട് എത്തിക്കും. അപ്പൊ ആ എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന സെല്ലിനെയാണ് കണ്ടക്റ്റീവ് സെൽ എന്ന് പറയുന്നത്.
ട്രാൻസ്ഫർ ന്യൂട്രിയൻസ് ഫ്രം റൂട്ട്സ് ടു വേരിയസ് പാർട്ട് ഓഫ് ട്രീ. ഓക്കെ, വേരുകൾക്കുമാണ് കണ്ടക്ട് ചെയ്യുന്നു. ഇനി മെക്കാനിക്കൽ സെൽസ്. മെക്കാനിക്കൽ സെൽസ് എന്ന് പറയുന്നത് ടൈറ്റ്ലി ഇന്റർകണക്ട് സെൽസ് ആൻഡ് ഇമ്പാർട്ട് സ്ട്രെങ്ത്. അപ്പൊ സ്ട്രെങ്ത് കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന സെല്ലാണ് മെക്കാനിക്കൽ. അപ്പൊ കണ്ടക്റ്റീവ് സെൽസ് എന്ന് പറഞ്ഞ ഒറ്റ പർപ്പസേ ഉള്ളൂ, ഒരിടത്തുനിന്ന് വേറൊരിടത്തോട്ട് കൊണ്ടെത്തിക്കാൻ, അല്ലെ റൂട്ട്സിൽ നിന്ന് ബ്രാഞ്ചസിലോട്ട് എത്തിക്കാൻ വേണ്ടി ആ ഒരു പർപ്പസ് ചെയ്യുന്ന സെല്ലിനെയാണ് കണ്ടക്റ്റീവ് സെൽസ്. ഇനി സ്ട്രെങ്തിനെ ഹെൽപ്പ് ചെയ്യുന്ന സെൽസ് ആണ് മെക്കാനിക്കൽ സെൽസ്. ഇനി സ്റ്റോറേജ് സെൽസ്. സ്റ്റോറേജ് സെൽസ് എന്ന് പറയാം, നമുക്ക് ആവശ്യത്തിൽ അധികം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ സ്റ്റോർ ചെയ്യും. അപ്പൊ ന്യൂട്രിയൻസ് ഒക്കെ അധികം വരുവാണെങ്കിൽ നമ്മൾ അതിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സ്റ്റോറേജ് സെൽസ്. So storage cells, extra nutrients are stored in storage cells. Okay. ഇനി നമുക്ക് മെയിൻ ആയിട്ട് സ്ട്രക്ചറിനകത്ത് മാക്രോ സ്ട്രക്ചർ നോക്കാം. അപ്പൊ നേരത്തെ ഞാൻ കാണിച്ചാണ്, ക്രൗൺ പോർഷൻ ഉണ്ട്, ട്രങ്ക് ഉണ്ട്, റൂട്ട് ഉണ്ട്. അപ്പൊ നമ്മളിവിടെ കട്ട് ചെയ്യാൻ പോകുന്ന ട്രങ്കിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ട്രങ്കിന്റെ ടോപ്പ് വ്യൂ ഒന്ന് നോക്കുക. ഓക്കെ, ക്രൗൺ എന്ന് പറഞ്ഞാൽ എന്താ, ബ്രാഞ്ചസ് ആൻഡ് ലീവ്സിനെ എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ക്രൗൺ പോർഷൻ എന്ന് പറയുന്നത്. ട്രങ്ക് എന്ന് പറയുന്നത്, ട്രങ്ക് കൺസിസ്റ്റ് ഓഫ് 80% ഓഫ് ദി ബൾക്ക് ഓഫ് ദ വുഡ്. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇതാണ് ചെറിയ എളുപ്പത്തിൽ കാണാൻ പറ്റുന്ന, നല്ലൊരു മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ കൂടെ മെഡുലറി റേസും കൂടെ ഉണ്ട്. ഓക്കെ, നോക്കിയേ, ആദ്യമേ ഒരു സെന്റർ നല്ല ഡാർക്ക്, ഒരു നല്ല ബ്ലാക്കിൽ ചെറിയൊരു പോർഷൻ ഉണ്ട്. അപ്പൊ ഇതിനെയാണ് നമ്മൾ പിത്ത് എന്ന് പറയുന്നത്. ഓക്കെ, പിത്ത് എന്ന് പറയും, ഇന്നർ കോർ എന്നൊക്കെ പറയും. ഇനി അത് കഴിഞ്ഞിട്ട് അതിന് ചുറ്റും കാണുന്ന കുറെ റിങ്സിനെയാണ് നമ്മൾ ആനുവൽ റിങ്സ് എന്ന് പറയുന്നത്. പക്ഷെ കുറച്ച് പോർഷൻ നിങ്ങൾ നോക്കിയാൽ നല്ല ഡാർക്ക് കളറിൽ നിൽക്കും. അപ്പൊ പിത്തിന് സറൗണ്ടിങ് ആയിട്ട് നല്ല ഡാർക്ക് കളറിൽ എന്ന് പറയുന്ന ഹേർട്ട് വുഡ് എന്ന് പറയും. അപ്പൊ കാതൽ നമ്മൾ പറയട്ടെ മലയാളത്തിൽ, ആ മരത്തിന്റെ കാതൽ. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ഹേർട്ട് വുഡ് ആണ്. ആ ഹേർട്ട് വുഡ് ആണ് പിത്തിന് സറൗണ്ടിങ് ആയിട്ട് കാണുന്നതാണ് ഹേർട്ട് വുഡ് വരുന്നത്. ഇനി അതിന് വെളിയിലോട്ട് നോക്കുമ്പോൾ ലൈറ്റ് കളർ ആണ്. അപ്പൊ ലൈറ്റ് കളറിന്, അപ്പൊ ഹേർട്ട് വുഡിന് തൊട്ടടുത്ത് കാണുന്ന വുഡിന് പറയുന്ന പേരാണ് സാപ്പ് വുഡ്. സാപ്പ് വുഡ് എന്ന് പറയുന്നത് ന്യൂട്രീഷൻസ് ഒക്കെ നല്ല ഫുൾ ആയിട്ടിരിക്കുകയാണ്. അപ്പൊ അതിലാണ് ആ നമ്മുടെ ട്രീസിനെ ഗ്രോ ചെയ്യാൻ സഹായിക്കുന്ന പോർഷൻ എന്ന് പറയുന്നത് മറ്റേ ഡെഡ് പോർഷൻ ആണ് കേട്ടോ. ഹേർട്ട് വുഡ് എന്ന് പറയുന്നത് ഡെഡ് പോർഷൻ ആണ്. ലിവിങ് ഫൈബേഴ്സ് ഒന്നും കാണത്തില്ല. നല്ല ലിവിങ് ഫൈബേഴ്സ് കാണുന്ന സാപ്പ് വുഡിനകത്താണ്. സാപ്പ് വുഡ് കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്ക് കാണുന്ന ഒരു ഗ്രീൻ കളർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിനെ കേംബിയം ലെയർ എന്ന് പറയും. ഓരോന്നായിട്ട് പറയാം അങ്ങോട്ടും ഇങ്ങോട്ടും. ആദ്യമേ നിങ്ങൾ ആ സ്ട്രക്ചറൊന്നും പേരൊന്ന് മനസ്സിലാക്കി വെക്കുക. കേംബിയം. അപ്പൊ പിത്ത് പറഞ്ഞു, ഹാർഡ് വുഡ് പറഞ്ഞു, സാപ്പ് വുഡ് പറഞ്ഞു. സാപ്പ് വുഡിന്റെ വെളിയിലാണ് നമ്മുടെ കേംബിയം ലെയർ കാണുന്നത്. കേംബിയത്തിന്റെ ഏറ്റവും വെളിയിൽ കാണുന്നത് എന്തായിരിക്കും, ബാർക്ക്. അതെല്ലാവർക്കും അറിയാം, അതിന്റെ ഔട്ടർ ബാർക്ക്. ഓക്കെ, ബാർക്ക്, തൊലിയന്റെ വെളി ഭാഗം, പിന്നെ ആനുവൽ റിങ്സ് ഉണ്ട്, മെഡുലറി റേസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഏറ്റവും സെന്ററിൽ പിത്ത്, അതിന്റെ വെളിയിൽ ഹാർഡ് വുഡ്, ദെൻ സാപ്പ് വുഡ്, കേംബിയം ലെയർ, ഇന്നർ ബാർക്ക്. ബാർക്കിനെ നമുക്ക് രണ്ടായിട്ട് വേണേ മാറ്റാം, ഇന്നർ ബാർക്ക് ആൻഡ് ഔട്ടർ ബാർക്ക്. ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞ ട്രീയുടെ സ്ട്രക്ചർ. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ഓരോ പോർഷന്റെ ഫംഗ്ഷൻ എന്താണ്. പിത്തിന്റെ ഫംഗ്ഷൻ എന്താണ്, ഹാർഡ് വുഡിന്റെ ഫംഗ്ഷൻ എന്താണ്, സാപ്പ് വുഡിന്റെ ഫംഗ്ഷൻ, കേംബിയം ലെയറിന്റെ ഫംഗ്ഷൻ, ബാർക്കിന്റെ ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ ഇതൊക്കെ പറയുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു ടേം ഒന്ന് അറിഞ്ഞിരിക്കുക. വാട്ട് ഈസ് ദ ഗർത്ത് ഓഫ് എ ട്രീ. ഇപ്പൊ ഞാൻ പറഞ്ഞു, നമുക്ക് ട്രങ്ക് ഉണ്ട്, ട്രങ്കിനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കുവാണ്. അപ്പൊ നമ്മൾ സാധാരണ ഒരു ട്രീ ഉണ്ടെങ്കിൽ നമുക്ക് ട്രീയെ ആദ്യം ഒരു മരം മുറിക്കാൻ പറ്റുമോ ഇല്ലയോ നോക്കണം. കണ്ട മരം എല്ലാം നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റത്തില്ല, ഇല്ലയോ. കുറച്ച് ഏതോ നമ്മളെ ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഒരു മരമേ നമുക്ക് മുറിക്കാൻ പറ്റും. അപ്പൊ അതിന് എത്രമാത്രം വണ്ണം ഉണ്ടെന്ന് നമ്മൾ പറയത്തില്ലോ. അപ്പൊ അതിനെയാണ് നമ്മൾ ഗർത്ത് എന്ന് പറയുന്നത്, ഒരു മെഷർമെന്റ് ആണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഗർത്ത് ഈസ് എ മെഷർമെന്റ് ഓഫ് the distance around the trunk of a tree measured perpendicular to the axis of the trunk. അപ്പൊ ട്രങ്കിന്റെ ആക്സിസ് ഇതാണ്. ഓക്കെ, ട്രങ്കിന്റെ ആക്സിസ് ഇതാണ്. ഈ ആക്സിസിനെ പെർപെൻഡിക്കുലർ ആയിട്ട് മെഷർ ചെയ്യുന്നതിന്റെ മെഷർമെന്റിന് പറയുന്ന പേരാണ് ഗർത്ത്. അപ്പൊ നമ്മൾ ആദ്യമേ ഗർത്ത് എത്ര ഉണ്ടെന്ന് നോക്കണം. അപ്പൊ ഗർത്ത് നമ്മൾ മെഷർ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് താഴെ മെഷർ ചെയ്യാം, ഇവിടെ മെഷർ ചെയ്യാൻ പല സ്ഥലമുണ്ട്. നോർമൽ ആയിട്ട് നമ്മൾ പറയുന്നത് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഒരു 1.5 മീറ്റർ എബോവ് ആയിട്ടാണ് നമ്മുടെ ഗർത്ത് നമുക്ക് മെഷർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഗർത്ത് എന്താണെന്ന് മനസ്സിലായല്ലോ. ഗർത്ത് എന്ന് പറയുന്ന ഒരു മെഷർമെന്റ് ആണ്. നമ്മൾ പറയുന്നത് ഗർത്ത് ഓഫ് എ ട്രീ എത്രയാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു എന്താ പറയാ, അതിന്റെ ഒരു ചുറ്റളവ് എന്നൊക്കെ പറയുന്നത്, വണ്ണം എത്ര എന്നൊക്കെ പറയും. അത് മെഷർ ചെയ്യുന്നത് ഗ്രൗണ്ടിൽ നിന്ന് 1.5 മീറ്റർ എബോവ് ദ ഗ്രൗണ്ട് ആണ്. ഇനി അത് മെഷർ ചെയ്യുമ്പോൾ ഒരു മിനിമം ഗർത്ത് 60 സെന്റിമീറ്റർ ആയിരിക്കണം എന്നുണ്ടെങ്കിൽ ഇതൊരു
ടേപ്പ് വെച്ച് മെഷർ ചെയ്തിരിക്കാം. മെഷർ ചെയ്യുമ്പോൾ അതിന്റെ അറൗണ്ട് ഒരു മീറ്റർ എന്ന് പറയുന്നത് സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കണം? 60, മിനിമം 60 സെന്റിമീറ്റർ ആണ്. PSC ആൻസർ കീയിൽ വരുന്ന ഒരു ആൻസർ ആണ് 60 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ അതൊന്ന് അറിഞ്ഞിരിക്കുക ഗർത്ത് എന്താണ്. അപ്പൊ നമ്മൾ എവിടെയാണോ ഗർത്ത് വെച്ച് അവിടെ വെച്ചൊന്ന് കട്ട് ചെയ്ത് എന്നിട്ട് നമ്മൾ അതിനെ ഒന്ന് സ്റ്റഡി ചെയ്യാൻ പോവാം. അപ്പൊ ആദ്യമേ പറഞ്ഞു പിത്ത്. പിത്തിന് പറയുന്ന അനാദർ നെയിം ആണ് മെഡുല്ല. അത് രണ്ടും പഠിച്ചു വെക്കുക. പിത്ത് നമുക്ക് എപ്പോഴും പറയാം. മെഡുല്ല എന്ന് പറയുന്ന ടേം മെഡുല്ലറി റൈസും കൂടെ മാറരുത്. മെഡുല്ല എന്ന് പറയുന്നത് പിത്തിന്റെ അനാദർ നെയിമിനെയാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്? മെഡുല്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഏറ്റവും സെന്റർ കോറിനെയാണ് ഏതെന്ന് പറയുന്നത്? പിത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും ആദ്യം വന്നതും പിത്താണ്. ഏറ്റവും ഓൾഡസ്റ്റ് എന്താ പാർട്ട് ഏതാന്ന് ചോദിച്ചാൽ അതും ഏതായിരിക്കും? പിത്തായിരിക്കും ഓൾഡസ്റ്റ് പാർട്ട് വരുന്നത്. പിത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല് അതിന്റെ ഏറ്റവും ചെറിയ പ്രായത്തിൽ യങ് സ്റ്റേജില് എന്താ നറിഷ്മെന്റ് കൊടുത്തോണ്ടിരിക്കുന്നതാണ് പിത്തിന്റെ ഫംഗ്ഷൻ. പിന്നെ അങ്ങോട്ട് സാപ്പിട്ടൊക്കെ അതിന്റെ ഫംഗ്ഷൻ ചെയ്തോളും. ഏറ്റവും യങ്ങർ സ്റ്റേജില് ന്യൂട്രീഷ്യൻസ് സപ്ലൈ ചെയ്തിരുന്നതാണ് പിത്തിന്റെ ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ യങ് സ്റ്റേജ് അതാണ് അവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. യങ് സ്റ്റേജ് ഇന്നർ മോസ്റ്റ് പോർഷൻ ആണ്. എൻറ്റയർലി കൺസിസ്റ്റ് ഓഫ് സെല്ലുലോസ്. അപ്പൊ ഫുള്ളി സെല്ലുലോസ് ആണ് പിത്ത് എന്ന് പറഞ്ഞാല്. കളർ മാറ്റി. ഓക്കെ, പിത്ത് എന്ന് പറഞ്ഞാല് ഫുള്ളി സെല്ലുലോസ് ആണ്, വിച്ച് ഈസ് യൂസ്ഡ് ഫോർ നറിഷ്മെന്റ് ഓഫ് പ്ലാന്റ് ഇൻ ഇറ്റ്സ് യങ് ഏജ്. As plant grows into tree, it decays and does not take any active part in the growth of the tree. അപ്പൊ ട്രീ വളരുന്നതനുസരിച്ച് പിന്നെ അതിന്റെ ഫംഗ്ഷൻ ഇല്ല. അത് ആദ്യം ഒന്ന് സപ്പോർട്ട് ചെയ്തു, യങ് സ്റ്റേജിനൊന്ന് സപ്പോർട്ട് ചെയ്ത് വളരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു. പിന്നെ അതങ്ങ് വളർന്നു പോകുമ്പോഴത്തേക്കും പിന്നെ പിത്തിന്റെ ഫംഗ്ഷൻ ഒന്നും ഇല്ല. പിന്നെ ബാക്കി സ്ട്രക്ചർ ചെയ്തോളും. ഇത്ര അറിഞ്ഞിരിക്കുക ഏറ്റവും ഇന്നർ മോസ്റ്റ് പാർട്ട് എന്ന് വെച്ചാൽ പിത്തല്ലേ മെഡുല്ല. യങ് സ്റ്റേജിൽ ന്യൂട്രീഷൻസ് സപ്ലൈ ചെയ്യുന്നതാണ്. അല്ല ട്രീസിൽ നറിഷ് ചെയ്തുകൊണ്ടിരുന്ന പോർഷൻ ആണ് പിത്ത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഹാർഡ് വുഡ്. അടുത്ത ഇമ്പോർട്ടന്റ് ഒരു ടേം ആണ് ഹാർഡ് വുഡ് എന്ന് പറയുന്നത്. ഹാർഡ് വുഡ് എന്ന് പറയുന്നത് ദ ഇന്നർ ആനുലർ റിംഗ് സറൗണ്ടഡ് ദ പിത്ത്. അല്ലയോ, ആനുലർ റിംഗ്സിന്റെ സറൗണ്ട് ആനുലർ റിംഗ്സ് ഒരുപാടുണ്ട്. ക്യാമ്പിയം വരെ ആനുലർ റിംഗ്സ് പോകുന്നുണ്ട്. പക്ഷെ പിത്തിന് സറൗണ്ടിങ് ആയിട്ട് കിടക്കുന്ന ആനുലർ റിംഗ്സ് നമ്മൾ ഹാർഡ് വുഡ് എന്ന് പറയുന്നത്. ഇന്നർ ആനുലർ റിംഗ് സറൗണ്ടഡ് ദ പിത്ത് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഹാർഡ് വുഡ്. It has dark color that represents dead portion of the tree. ഞാൻ പറഞ്ഞു dead portion ആണ്, living tree അല്ല, dead portion ആണ്. Does not participate in the growth of the tree but impart the strength and the rigidity to it. നമുക്ക് ഒരു കൺസ്ട്രക്ഷൻ എടുക്കുക, നമുക്ക് നല്ല ഹാർഡ് വുഡ് ആണ് നമുക്ക് വേണമെന്ന് പറയുന്നത്. കാരണം വെളുത്ത ഭാഗം നമ്മൾ യൂസ് ചെയ്യത്തില്ല. അതെന്ന് പറഞ്ഞാൽ ന്യൂട്രീഷൻസ് ഒക്കെ ഫില്ലായിട്ട് നല്ല സ്ട്രെങ്ത് കുറവുള്ള പോർഷൻ ആണ് ഈ വൈറ്റ് പാർട്ട് എന്ന് പറയുന്നത്. നല്ല ഹാർഡ് പാർട്ട്, അപ്പൊ അത് ഡെഡ് ആണ്, ഭയങ്കര സ്ട്രെങ്ത് ഉള്ള പോർഷൻ ആണ് ഹാർഡ് വുഡ് എന്ന് പറയുന്നത്. സ്ട്രെങ്തും റിജിഡിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്ന ഏതാന്ന് ചോദിച്ചാൽ ഹാർഡ് വുഡ് ആണ്. ഓക്കെ, വുഡ് യൂസ്ഡ് ഫോർ എഞ്ചിനീയറിംഗ് പർപ്പസ്. അപ്പൊ ഈ വുഡ് ആണ്, ഹാർഡ് വുഡ് ആണ് എഞ്ചിനീയറിംഗ് പർപ്പസിന് യൂസ് ചെയ്യുന്നത്. ഹാർഡ് വുഡ് ആണ് വേണ്ടത്. എഞ്ചിനീയറിംഗ് പർപ്പസിന് യൂസ് ചെയ്യുന്ന നമ്മൾ പറഞ്ഞു ഡെസിഡസ് ആണ്. അതിനകത്ത് നമ്മൾ സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ ഹാർഡ് വുഡ് ഒരുപാടുള്ള ട്രീസിനെയാണ് നമുക്ക് നല്ല സ്ട്രക്ചർ കിട്ടുന്നത്. അത് ഒരുപാട് ഡീക്കേ ആവത്തില്ല. ഓക്കെ, നെക്സ്റ്റ് ആണ് സാപ്വുഡ്. സാപ്വുഡ് എന്ന് പറയുന്നത് അതിന്റെ അനാദർ നെയിം ആണ് ആൽബർണം. അത് അവിടെ നോട്ട് ചെയ്യുക, സാപ്വുഡ്. അപ്പം രണ്ട് പേരുകൾ പറഞ്ഞു. പിത്തിന്റെ വേറൊരു പേരാണ് മെഡുല്ല. ഹാർഡ് വുഡിന് അങ്ങനെ തന്നെ പറയുന്നത്. സാപ്വുഡിനാണ് ആൽബർണം എന്ന് പറയുന്നത് സാപ്വുഡ് ആണ്. ഹാർഡ് വുഡിന് സറൗണ്ടിങ് ആയിട്ട് കാണുന്ന ലെയർ ആണ് സാപ്വുഡ്. ഔട്ടർ ആനുവൽ റിംഗ് ബിറ്റ്വീൻ ഹാർഡ് വുഡ് ആൻഡ് ക്യാമ്പിയം ലെയർ. ഇത് ഹാർഡ് വുഡ്, ഇത് ക്യാമ്പിയം ലെയർ. അതിനിടയിൽ കാണുന്നതാണ് നമ്മളുടെ ഏതെന്ന് പറഞ്ഞാൽ ഈ പോർഷനെയാണ് സാപ്പ് വുഡ് എന്ന് പറയുന്നത്. ഈ ഒരു വൈറ്റ് കളറാണ് സാപ്പ് വുഡ്. ലൈറ്റ് കളറാണ്. ഇറ്റ് പ്ലേസ് ദ ആക്റ്റീവ് റോൾ ഇൻ ഗ്രോത്ത് ഓഫ് ദ ട്രീ. അപ്പൊ ആക്റ്റീവ് റോൾ, ഇപ്പൊ പ്രസന്റ് ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന പോർഷൻ ഏതാന്ന് പറഞ്ഞാൽ സാപ്പ് വുഡ് ആണ്. യങ് സ്റ്റേജിലാണ് പിത്തിന്റെ ഫംഗ്ഷൻ, പ്രസന്റ് ടൈമിൽ ഏതാ സാപ്പ് വുഡ് ആണ്. ഓക്കെ, ഇനി കേമ്പിയം ലെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ സാപ്പ് വുഡിലോട്ട് ന്യൂട്രീഷൻസ് എത്തിച്ചു കൊടുക്കുന്നതാണ് കേമ്പിയം ലെയർ. It is the sap being converted into sapwood. അപ്പൊ ഇത് ഈ കേമ്പിയം ലെയർ ആണ് പിന്നെ sapwood ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. That is future growth of the tree is depending upon the cambium layer only. നമ്മൾ ഈ പറയും ഈ നമ്മളെ ട്രീസ് ഇടയ്ക്ക് വെച്ച് നമ്മളെ ഒന്ന് കട്ട് ചെയ്ത് ഇടയ്ക്ക് ഒന്ന് കട്ട് ചെയ്ത് വിടുമ്പോഴത്തേക്കും അതിന്റെ വെളിയിലത്തെ പോർഷൻ കുറച്ചങ്ങ് റിമൂവ് ആയിപ്പോ. അപ്പൊ ഈ റിമൂവ് ആവുന്ന പോർഷൻ ആക്ച്വലി കേമ്പിയം ലെയർ ആണ്. നമ്മുടെ ഫ്യൂച്ചർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേമ്പിയം ലെയർ. അപ്പൊ ആ ലെയറിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യണം. അപ്പൊ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എന്തുണ്ട്? ബാർക്ക് ഉണ്ട്. ഓക്കെ, അപ്പൊ പ്രസന്റ് ഗ്രോത്ത് ഹെൽപ്പ് ചെയ്യുന്നത് സാപ്വുഡ്,
ഫ്യൂച്ചർ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്നത് കേമ്പിയം ലെയർ, അല്ലെങ്കിൽ നമ്മൾ സാപ്വുഡിലോട്ട് ന്യൂട്രിയൻസ് കൊണ്ട് എത്തിക്കുന്നതും കേമ്പിയം ലെയർ ആണ്. If due to any reason bark of the tree is removed exposing the cambium layer, it can lead to scissor of cell of wood in cambium layer which can finally lead to the death of the tree. അപ്പോൾ ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെ എന്താ, നമ്മളുടെ ബാർക്ക് നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റിയാല് കാമ്പിയം ലെയർ എക്സ്പോസ് ചെയ്തു പോകും. അപ്പൊ അത് എക്സ്പോസ് ചെയ്യുമ്പോഴത്തേക്ക് അവിടുത്തെ ആ സെല്ല് നശിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ സെല്ല് നശിക്കുവാണെങ്കിൽ ആ ഒരു ട്രീ നശിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇത്രയും ലെയേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. മെഡുലറി റേസ് ഓൾറെഡി നമ്മൾ നോക്കിയതാണ്. മെഡുലറി റേസ് എന്ന റേഡിയൽ റേസ് ആണ്. റേഡിയൽ ഫൈബർ എക്സ്റ്റെൻഡിങ് ഫ്രം പിത്ത് ടു ദ കേമ്പിയം ലെയർ holding the annular rings of sapwood and hardwood together is termed as medullary race. അപ്പൊ മെഡുലറി റേസ് എന്ന് പറഞ്ഞ പിത്ത് തൊട്ട് കേമ്പിയം ലെയർ വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന റേഡിയൽ റേസിനെയാണ് മെഡുലറി റേസ് എന്ന് പറയുന്നത്. മെഡുലറി റേസിന്റെ ഫംഗ്ഷൻ ആണ് ഹാർഡ്വുഡ് ഉണ്ട്, സാപ്വുഡ് ഉണ്ട്. അപ്പൊ അതിനെയൊക്കെ നല്ല പിടിച്ചു നിർത്തുന്ന പ്രോപ്പർ പ്രൈസ് പിടിച്ചു നിർത്തുന്ന ഫംഗ്ഷനും കൂടെ മെഡുലറി റേസ് ചെയ്യുന്നുണ്ട്. സ്ട്രെങ്ത് ഓഫ് ദി ടിമ്പർ ഇൻ ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ ഈസ് ഡിപ്പെൻഡിങ് ഓൺ ദ പ്രസൻസ് ഓഫ് മെഡുലറി റേസ്. അപ്പൊ മെഡുലറി റേസിന്റെ പ്രസൻസിൽ മെഡുലറി റേസ് കട്ട് ചെയ്ത് നമ്മൾ ഒരിക്കലും ടിമ്പറിനെ കട്ട് ചെയ്യാൻ പാടില്ല. മെഡുലറി റേസ് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ ഒരു ആനുലർ റിങ്സിനെ പിടിച്ചു നിർത്താനുള്ള ഒരു കപ്പാസിറ്റി അവിടെ നിന്ന് പോകും. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ടിമ്പർ സ്പ്ലിറ്റ് ആയിപ്പോകും. അപ്പൊ എപ്പോഴും മെഡുലറി റേസിന്റെ ആ ഒരു സെയിം ഡയറക്ഷനിൽ വേണം നമ്മൾ ടിമ്പർ എപ്പോഴും കട്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ദ സ്ട്രെങ്ത് ഇൻ ദ ടിമ്പർ ഇൻ ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ ഈസ് ഡിപ്പെൻഡിങ് ഓൺ ദ പ്രസൻസ് ഓഫ് മെഡുലറി റേസ്. അപ്പൊ ഒരു ട്രാൻസ്വേഴ്സ് ഡയറക്ഷന്റെ സ്ട്രെങ്ത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? മെഡുലറി റേസിനെ ഡിപ്പെൻഡ് ചെയ്യും. Then bark എന്ന് പറയുന്ന ഔട്ടർ പ്രൊട്ടക്റ്റീവ് കവറിങ്ങിനെയാണ് ബാർക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രൊട്ടക്റ്റഡ് കവറിംഗ് ഓവർ ദ കാമ്പിയം ലെയർ ടു സേഫ് ഗാർഡ് ദ ഫ്യൂച്ചർ ഗ്രോത്ത് ഓഫ് ദ ട്രീ. ഇത്രയും സ്ട്രക്ചർ. അപ്പൊ സ്ട്രക്ചർ നമ്മൾ നോക്കി, അതിനകത്തെ ക്ലാസിഫിക്കേഷൻ നോക്കി. ഇനി ഞാൻ പറഞ്ഞു കുറച്ച് ക്ലാസിഫിക്കേഷനും കൂടെ ഉണ്ട് ബേസ്ഡ് ഓൺ ദ ഡ്യൂറബിലിറ്റി. അപ്പൊ ഇങ്ങനെ ചോദിക്കുന്ന ഹൈ ഡ്യൂറബിൾ ട്രീസ് എത്ര ഇയേഴ്സ് വേണം, മോഡറേറ്റ് ഡ്യൂറബിലിറ്റി, ലോ ഡ്യൂറബിലിറ്റി. അപ്പൊ ഡ്യൂറബിലിറ്റി നമുക്ക് അറിയാൻ വേണ്ടി നമ്മളൊരു ചെറിയൊരു ടെസ്റ്റ് നടത്തും. നമ്മളൊരു ടിമ്പറിന്റെ സ്പെസിമെൻ എടുക്കും, 600x50x50 mm സൈസ്. ഓക്കെ, അതെടുത്തിട്ട് നമ്മൾ ഗ്രൗണ്ടിൽ നല്ലോണം ബറി ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ കുറെ വർഷം കഴിഞ്ഞ് എടുത്ത് നോക്കുക അതിന് ഡീക്കേയിങ് നടന്നിട്ടുണ്ടോ, അതുപോലെയൊക്കെ ഇരിക്കുവാണെന്ന്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഡ്യൂറബിലിറ്റി സ്റ്റഡി നടത്തുന്നത്. ഹൈ ഡ്യൂറബിൾ എന്ന് പറയുന്നത് ആവറേജ് ലൈഫ് മോർ ദാൻ 10 ഇയേഴ്സ് ആണെങ്കിൽ അതിന് ഹൈ ഡ്യൂറബിൾ, 10 വർഷത്തിൽ കൂടുതൽ ലൈഫ് കാണിക്കുന്നതാണെങ്കിൽ നമുക്ക് പറയാം ആവറേജ് ഹൈ ഡ്യൂറബിൾ ആണ്. 5 to 10 ഇയേഴ്സ് ഉള്ളെങ്കിൽ മോഡറേറ്റ് ഡ്യൂറബിൾ ആണ്. ബിലോ 5 ഇയേഴ്സ് ആണെങ്കിൽ ലെസ് ഡ്യൂറബിൾ ആണ്. അപ്പൊ 5 to 10 ആൻഡ് 5 ഹൈ, മീഡിയം ആൻഡ് ലോ ഡ്യൂറബിൾ. ഇനി അതിന്റെ ഇലാസ്റ്റിക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി. ഫസ്റ്റ് വാല്യൂസ് നോക്കി വെച്ചിരുന്നാൽ മതി. ക്ലാസ് എ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇൻ ബെൻഡിങ് എബോവ് 12.5 kilonewton per mm square. കേട്ടോ, യൂണിറ്റ് നോക്കിയേ, 12.5 kilonewton per mm square-നെയാണ് നമ്മൾ ഗ്രൂപ്പ് എ എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ബി എന്ന് പറയുന്നത് അതിലും കുറവായിരിക്കും. 9.8 തൊട്ട് 12.5 വരെ വരുന്നതിനെയാണ് ഗ്രൂപ്പ് ബി എന്ന് പറയുന്നത്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ വാല്യൂ ആണ് ഈയുടെ വാല്യൂ, യങ്സ് മോഡുലസ്. ഗ്രൂപ്പ് സി എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇൻ ബെൻഡിങ് is above 5.6 and below 9.6. അതിൽ കുറഞ്ഞുള്ളത് നമ്മളെ വലിയ സ്ട്രെങ്ത് ഒന്നും ഇല്ല. അപ്പൊ 12 above ആണെങ്കിൽ 12 kilonewton per mm square മുകളിലാണെങ്കിൽ നമ്മൾ അതിനെ ഗ്രൂപ്പ് എ എന്ന് പറയും. ഗ്രൂപ്പ് ബി എന്ന് പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ 9.8 to 12.5 and below 9.8 and above 5.5 is known as ഗ്രൂപ്പ് സി. ഓക്കെ, ഇനി നെക്സ്റ്റ് അവൈലബിലിറ്റി. ഒരു ടിമ്പർ എത്രമാത്രം ക്വാണ്ടിറ്റിയിൽ കിട്ടും. ഓക്കെ, നമ്മൾ ഇതിനകത്ത് എക്സ് വൈ സെഡ് എന്നാണ് അത് പറയുന്നിരിക്കുന്നത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നിരിക്കുന്ന ഒരു ലെറ്റർ, അവര് തന്നിരിക്കുന്ന ഒരു ഡിനോട്ട് ചെയ്തിരിക്കുന്ന ഒരു ലെറ്റേഴ്സ് ആണ് എക്സ്, വൈ ആൻഡ് ഇസഡ് എന്ന് പറയുന്നത്. എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് കണ്ട ഒരു ടിമ്പർ എക്സ് എന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഈ ടിമ്പർ കോമൺലി അവൈലബിൾ ആണ്. ഇനി വൈ എന്ന് മാർക്കിംഗ് കണ്ടാൽ വിചാരിക്കുക ഇത് മോസ്റ്റ് കോമൺ ആണ്, ഇത് ജസ്റ്റ് കോമൺ ആണ്. ഇനി ലെസ് കോമൺ സെഡ് മാർക്കിംഗ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ടിമ്പർ കണ്ടാൽ തന്നെ അറിയാം. ഈ ചിലയിടത്തൊക്കെ ഉണ്ടല്ലോ കുപ്പുകളും തുപ്പും ഒക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ പോയി നോക്കുമ്പോൾ ടിമ്പറിനകത്ത് എക്സ് വൈ സെഡ് എന്നൊക്കെ കാണും. അപ്പൊ എക്സ് എന്ന് പറഞ്ഞാല് ഇത് ഈ ടിമ്പർ മോസ്റ്റ് കോമൺ ആയിട്ട് അവൈലബിൾ ആണ്. വൈ ടിമ്പർ എന്ന് പറഞ്ഞാൽ ഓക്കെ കോമൺ ആണ്, അധികം ഇല്ല,
Z എന്ന് പറയുന്ന ലെസ് അവൈലബിൾ ആണ്. ഇനി അതിന്റെ ക്വാണ്ടിറ്റി വെച്ചിട്ട് അവർ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് 1415 മീറ്റർ ക്യൂബ്, ഇത്രയും വോളിയത്തിൽ കൂടുതലാണെങ്കിൽ ഒരു വർഷം 1415 മീറ്റർ ക്യൂബിൽ കൂടുതലാണെങ്കിൽ മോസ്റ്റ് കോമൺ ആണ്, എക്സ് ആണ്. അപ്പൊ ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം മോസ്റ്റ് കോമൺ ഡിനോട്ട് ചെയ്യുന്ന ഏത് ലെറ്റർ വെച്ചിട്ടാണ്. ഇനി 365 ആൻഡ് 1415 അതിന് ഇടയ്ക്ക് നിൽക്കുവാണെങ്കിൽ അത് കോമൺ ആണ്. ലെസ് ദാൻ 355 മീറ്റർ ക്യൂബിൽ കുറവാണെങ്കിൽ വോളിയം വെച്ചിട്ടാ പറയുന്നത് കേട്ടോ, അത് Z ആണ്. ഓക്കെ, എക്സ് ബൈ Z. ഇത്രയാണ് ക്ലാസിഫിക്കേഷനകത്ത് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ മൂവ് ചെയ്യുന്നത് പ്രോസസിംഗ് ഓഫ് ടിമ്പർ. ആദ്യമേ എന്താ, ആദ്യമേ സ്റ്റാൻഡിങ് ടിമ്പർ ആണ്, ദെൻ അത് ഫോളോ ചെയ്തിട്ട് പിന്നെ അതിനെ സീസണിങ് ചെയ്യണം. പിന്നെ നമുക്ക് പർപ്പസ്, നമ്മളിപ്പോ സ്ട്രക്ചർ ഒക്കെ നോക്കി നമുക്ക് ഈ മുറിച്ച ഉടനെ നമുക്ക് കൊണ്ടുവന്ന് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതിനെ എന്താ സീസണിങ് ചെയ്യണം. സീസണിങ് എന്ന് പറഞ്ഞാല് നമ്മളൊരു ഫ്രഷ്ലി ഫോളിങ് ടിമ്പർ എടുക്കുവാണെങ്കിൽ അതിനകത്ത് 50% അതിന്റെ മോയ്സ്ചർ കണ്ടന്റ് ആയിരിക്കും. ഈ 50% കൊണ്ട് മോയ്സ്ചർ കണ്ടന്റ് നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുവാണെങ്കിൽ എന്ത് പറ്റും, കുറെ നാൾ കഴിയുമ്പോഴത്തേക്കും ആ വാട്ടർ കണ്ടന്റ് അവിടെ നിന്ന് പോകും, പിന്നെ ഷ്രിങ്ക് ആവും, പിന്നെ ആ ഒരു സ്ട്രക്ചർ ഫെയിൽ ആയിപ്പോകും. അപ്പൊ ആദ്യമേ നമ്മൾ അവിടുത്തെ ആ ഒരു ടിമ്പറിന്റെ മോയ്സ്ചർ കണ്ടന്റ് റിഡ്യൂസ് ചെയ്യണം. അതിനെയാണ് നമ്മൾ സീസണിങ് എന്ന് പറയുന്നത്. സീസണിങ് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്യണം. നമുക്ക് ഏത് ഷേപ്പിലോട്ട് വേണം അതിനെ കൺവേർട്ട് ചെയ്യണം. ഇനി കൺവേർട്ട് ചെയ്ത് വെച്ചിട്ട് ഉടനെ ചിലപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, കുറെ വർഷം കഴിഞ്ഞൊക്കെ മതി. നമുക്ക് നല്ലൊരു ട്രീ ആണെങ്കിൽ അതിനെ മുറിച്ച് നമ്മളൊന്ന് സ്റ്റോർ ചെയ്യും. സ്റ്റോർ ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രിസർവേറ്റീവ്സും കൂടെ അതിനകത്ത് അപ്ലൈ ചെയ്തെങ്കിൽ ചിലപ്പോൾ അല്ലെങ്കിൽ അത് ഡീകേ ഉണ്ടാകും, എന്തെങ്കിലും എന്താ ചെതല് പിടിക്കാൻ അങ്ങനെയൊക്കെ ചാൻസ് ഒക്കെ വരും. അപ്പൊ അതുകൊണ്ട് അതിനെ പ്രിസർവ് ചെയ്യണം. ഇത്രയുമാണ് നമ്മൾ പ്രോസസ്സിങ്ങിനകത്ത് നോക്കുന്നത്. ഓക്കെ, ഫോളിംഗ് ഓഫ് ട്രീസ്. ഫോളിങ്ങിനകത്ത് പറയുവാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഡൺ അറ്റ് സ്യൂട്ടബിൾ ഏജ്. ഒരു ഏജ് 50 to 100 ഇയേഴ്സ് ആണെങ്കിൽ അതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയുള്ള ട്രീസിനെ എബവ് 50 ഇയേഴ്സ് ഉള്ള ട്രീസിനെ നമുക്ക് മുറിക്കാൻ പറ്റും. ഓവർ മെച്ചറും ഉണ്ട്, അണ്ടർ മെച്ചറും ഉണ്ട്. ഓവർ മെച്ചർ എന്ന് പറയുന്നത് ഡീക്കേഡ് വുഡ് ഈസ് ഒബ്റ്റൈൻഡ്. അപ്പം നമ്മൾ വുഡ് കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഡീക്കേ ആയതിരിക്കുന്ന ഓവർ മെച്ചേർഡ് ആയിരിക്കും. പിന്നെ അണ്ടർ മെച്ചേർഡ് എന്ന് പറയുന്നത് സാബ് വുഡ് കിട്ടുന്നതാണെങ്കിൽ അതിനെ അണ്ടർ മെച്ചേർഡ് എന്ന് പറയാം. അപ്പൊ ഡീക്കേഡ് വുഡ് കിട്ടുവാണെങ്കിൽ എന്ത് പറയാം, ഓവർ മെച്ചേർഡ് ആയി പോയി. അപ്പൊ ഒരുപാട് ആവരുത്. ഇൻ ബിറ്റ്വീൻ 50 to 100 നമുക്ക് പറ്റും. അതിന് 100 ഇയേഴ്സിൽ കൂടുതലാണെങ്കിൽ അത് എന്താ കുറച്ച് ഡീക്കേ ആവും അത്. ഇനി ട്രീ ഷുഡ് കട്ട് in such a way that maximum wood is obtained from it. Sowing is done at section just above the ground. നമുക്ക് ഈ ട്രീസ്, നമ്മളൊരു ട്രീ അവൈലബിൾ ആയിട്ടുണ്ട്, ഇത് നമുക്ക് എങ്ങനെങ്കിലും അന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. ഒരു മാക്സിമം വേസ്റ്റേജ് നമ്മൾ കുറയ്ക്കണം, അല്ലെങ്കിൽ മാക്സിമം വുഡ് അതിൽ നമുക്ക് കിട്ടണം. വുഡ് ഒരുപാട് കിട്ടണം, അല്ലെങ്കിൽ വേസ്റ്റേജ് കുറയ്ക്കണം. അങ്ങനെ രീതിയിൽ വേണം നമുക്ക് ഇതിനെ കട്ട് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഇത് സോയിങ്ങിനകത്ത് നമുക്ക് പഠിക്കാനുണ്ട്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സോയിങ്സ് ഉണ്ട്. അപ്പൊ സോയിങ്സിനകത്ത് പഠിക്കാം. അപ്പൊ സോയിങ് ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ ഏത് രീതിയിൽ നമുക്ക് ആ ഒരു ടിമ്പറിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം സ്ട്രെങ്ത് കിട്ടും, വേസ്റ്റേജ് കുറയ്ക്കണം, എക്കണോമിക്കൽ ആയിരിക്കണം. ഇതെല്ലാം നമ്മൾ സോയിങ്ങിനകത്ത് നോക്കണം. ഇനി പ്രോപ്പർ ആയിട്ട് അത് ഫില്ല് ചെയ്യാനുള്ള ഒരു ടൈം എന്ന് പറഞ്ഞാല് sowing should be done in season when movement of sap is minimum. സാപ്പ് മൂവ്മെന്റ് കുറവുള്ള സമയത്തായിരിക്കും ഏറ്റവും നല്ലതുപോലെ സോ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ. ഹെൻസ് അവോയ്ഡഡ് ഇൻ ഓട്ടം ആൻഡ് സ്പ്രിംഗ് when sap movement is maximum throughout the section of the tree. അപ്പൊ ഏറ്റവും കൂടുതൽ സാപ്പ് മൂവ്മെന്റ് നടക്കുന്ന ഓട്ടമിലും സ്പ്രിംഗ് സീസണിലുമാണ്. ഓട്ടം ആൻഡ് സ്പ്രിംഗ് സീസണ് നമ്മളിത് ഫില്ല് ചെയ്യാൻ അത്രയ്ക്ക് നല്ല സമയമല്ല, കാരണം സാപ്പ് മൂവ്മെന്റ് ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പൊ ഇനി ഹില്ലി ഏരിയാസ് ദ കട്ടിംഗ് ഷുഡ് ബി ഡൺ ഇൻ മിഡ് സമ്മർ. അപ്പം ഹില്ലി ഏരിയാസിനകത്ത് മിഡ് സമ്മറിലാണ് സോ ചെയ്യാൻ പറ്റിയ ഒരു ടൈം എന്ന് പറഞ്ഞാല് മിഡ് സമ്മറിലാണ്. as in winter rainfall occurs. നമുക്കറിയാം വിന്ററിൽ എന്താ റെയിൻഫോൾ കാണും, റെയിൻഫോൾ ഒക്കെ ഉണ്ടെങ്കിൽ സാപ്പ് മൂവ്മെന്റ്സും കൂടുതലായിരിക്കും. അതുകൊണ്ട് ഹില്ലി റീജിയൻസ് എടുക്കുവാണെങ്കിൽ മിഡ് സമ്മറിൽ കട്ട് ചെയ്യുക. ഇനി പ്ലെയിൻ ഏരിയാസ് ദ കട്ടിംഗ് ഷുഡ് ബി ഡൺ ഇൻ വിന്റർ as excessive loss of moisture may kept in place in summer. അപ്പൊ ഇതിന്റെ പ്രത്യേകത പ്ലെയിൻ ഏരിയാസിൽ നമ്മൾ കട്ടിങ് ചെയ്യുന്ന വിന്റർ സീസണിലാണ്. as excessive loss of moisture may kept place in summer. ഓക്കെ, ജസ്റ്റ് ഫെല്ലിങ്ങിന്റെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ സീസണിങ് പറഞ്ഞു. ആദ്യമേ അറിയേണ്ടത് ഇന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഈ ഫ്രഷ്ലി ഫോളൻ ട്രീസിന്റെ മോയ്സ്ചർ കണ്ടന്റ് ഇപ്പൊ പറഞ്ഞു 50% ആണ്. ന്യൂലി ഫോളൻ ട്രീസ് കണ്ടെയ്ൻ മോയ്സ്ചർ അപ് ടു 50%.
which needs to be removed before using for any engineering activity. This process of drying the timber to make it fit for engineering use is known as seasoning. അപ്പൊ ആ ഒരു 50% റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ ടിമ്പറിനെ ഡ്രൈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സീസണിങ് ഓഫ് ദി ടിമ്പർ എന്ന് പറയുന്നത്. ഇനി വാട്ടർ പ്രസന്റ് in the form of moisture and sap. അപ്പൊ നല്ല വെള്ളമായിട്ടല്ല ഇരിക്കുന്നത്, സാപ്പിന്റെ രൂപത്തിലാണ് കൂടുതൽ കാണാൻ പറ്റുന്നത്. നമുക്കിനി ഈ ഒരു 50% എന്ന് പറയുന്നത് 0%ലോട്ടല്ല നമുക്ക് കൊണ്ടുപോകണ്ടേ, നമുക്കൊരു നോർമലി ഒരു 8 to 12% പറയാറുണ്ട്. ഇതല്ല ഈ പെർസെന്റേജും കാണാം, 10 to 12% നിങ്ങൾക്ക് ഓപ്ഷനിൽ കാണാൻ പറ്റും. 12 മാക്സിമം, മിനിമം 8%. ഓക്കെ, 10 to 12 ആണെങ്കിൽ ഓക്കെ. നമുക്ക് ഈ ഒരു റേഞ്ചിലോട്ട് മോയ്സ്ചറിനെ റിഡ്യൂസ് ചെയ്യണം. ഓക്കെ, ഇനി പ്രാക്ടിക്കൽ ലിമിറ്റ് ഓഫ് മോയ്സ്ചർ കണ്ടന്റ്. അപ്പൊ പ്രാക്ടിക്കൽ ലിമിറ്റ് നോർമലി പറയുന്നത് 15% ആണ്. അല്ലെങ്കിൽ നമ്മുടെ തിയററ്റിക്കൽ ആയിട്ട് ഇത്രയേ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ 10 to 12 അല്ലെങ്കിൽ 8 to 12% സീസണിങ്ങിന് കഴിയുമ്പോൾ നമ്മളുടെ മോയ്സ്ചർ കണ്ടന്റ് നിർത്താം. പ്രാക്ടിക്കൽ പർപ്പസിന് എടുത്തു ചോദിക്കുകയാണെങ്കിൽ മാത്രമേ 15% പറയാവുള്ളൂ. അതാണ് ഇപ്പൊ 2-3 ക്വസ്റ്റ്യന്റെ അത് ഇവിടെ നമുക്ക് ഫോം ചെയ്യാൻ തന്നെ പറ്റും. ഇനി നമുക്ക് ടൈപ്പ് ഓഫ് സീസണിങ്. ഇപ്പൊ സീസണിങ് എന്താ, മോയ്സ്ചർ കണ്ടന്റ് റിഡ്യൂസ് ചെയ്യണം. മോയ്സ്ചർ കണ്ടന്റ് എത്ര വരെ കൊണ്ട് എത്തിക്കണം, 10 to 12% വരെ നമുക്ക് കൊണ്ട് റിഡ്യൂസ് ചെയ്യിക്കണം. ഓക്കെ, 10 to 12% വരെ ആയിരിക്കണം ഫൈനൽ മോയ്സ്ചർ കണ്ടന്റ്. ഇനി ഈ സീസണിങ് തന്നെ 2 ടൈപ്പ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ സീസണിങ്ങും ആൻഡ് നാച്ചുറൽ സീസണിങ്. നാച്ചുറൽ ആയിട്ട് തന്നെ ചിലപ്പോൾ നമുക്ക് എക്സ്ട്രാ പോട്ടൊന്നും ഇടണ്ട, എയർ സീസണിങ്, എയറിലോട്ട് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ട് അത് ഡ്രൈ ആയിക്കോളും. ദെൻ വാട്ടർ സീസണിങ്, വാട്ടറിനകത്ത് ഡിപ്പ് ചെയ്താൽ അത് ഡ്രൈ ആയിക്കോളും. അത് ഞാൻ പറഞ്ഞുതരാം. ദെൻ ആർട്ടിഫിഷ്യൽ പറയുമ്പോൾ ബോയിലിംഗ്, നമ്മൾ ആ ടിമ്പറിനെ കൊണ്ട് ബോയിൽ ചെയ്യുക. ബോയിൽ ചെയ്യുമ്പോൾ എന്താ, ഇവോപ്പറേറ്റ് ചെയ്യും, വാട്ടർ ഇവോപ്പറേറ്റ് ചെയ്ത് പോകും. അപ്പൊ അവിടെ നമുക്ക് റിഡ്യൂസ് ചെയ്യാം. ഇലക്ട്രിക്കൽ മെത്തേഡ്, ഇലക്ട്രിക്കൽ എന്തെങ്കിലും ചാർജ് കൊടുത്തിട്ട് നമുക്ക് അതിനെ ഹീറ്റ് ചെയ്തിട്ട് ഡ്രൈ ചെയ്യിക്കാം. കിൻ സീസണിങ്, കിന്നിനകത്ത് കൊണ്ടുവന്നിട്ട് എല്ലാം നമ്മൾ ഹീറ്റ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി കെമിക്കൽസ് വല്ല ആഡ് ചെയ്തിട്ട് ആ സീസണിങ് നടത്തുന്നതിന് കെമിക്കൽ സീസണിങ്. അപ്പൊ ആർട്ടിഫിഷ്യൽ സീസണിങ്ങും ഉണ്ട്, നാച്ചുറൽ സീസണിങ്ങും ഉണ്ട്. ആർട്ടിഫിഷ്യൽ സീസണിങ്ങിനകത്ത് ഇപ്പൊ പറഞ്ഞു ബോയിലിംഗ്. ബോയിലിംഗ് എന്താ, ലോഗ് ഓഫ് ദ ടിമ്പേഴ്സ് ആർ പ്ലേസ്ഡ് ഇൻ വാട്ടർ, ടെമ്പറേച്ചർ ഓഫ് ദ വാട്ടർ ഈസ് റൈസ്ഡ് അപ് ടു ബോയിലിംഗ് പോയിന്റ് and it is maintained for 3 to 4 hours. ഈ പോയിന്റോടെ നോട്ട് ചെയ്ത് വെക്കുക. ബോയിലിംഗ് എന്ത് ചെയ്യണം, നമ്മുടെ ടിമ്പറിന്റെ ലോഗ് എടുക്കുക, വെള്ളത്തിൽ കൊണ്ടിടുക, വെള്ളത്തിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക, അപ് ടു ബോയിലിംഗ് പോയിന്റ്. എത്ര നേരം കൂടെ നിർത്തണം, 3 to 4 hours. ഓക്കെ, അല്ലാതെ ഫുൾ ഡേ ഒന്നും ഇടണ്ട, 3 to 4 hours. ദെൻ ഡ്രൈഡ് നാച്ചുറലി. ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ, അപ്പൊ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് വരും, ക്വിക്ക് ആയിട്ട് ഇവോപ്പറേഷൻ നടക്കും. അപ്പം ഡ്യൂറേഷൻ ഓഫ് സീസണിങ് ഡിക്രീസ്. അപ്പൊ സീസണിങ്ങിന്റെ ടൈം 3 to 4 hours നമുക്ക് വേണമെങ്കിൽ റിഡ്യൂസ് ചെയ്യാം. ഓക്കെ, നോർമൽ അത് അപ് ടു ബോയിലിംഗ് പോയിന്റ് വരെ പറയുന്നത് 3 to 4 hours ആണ് പറയുന്നത്. ഇനി ഏറ്റവും ക്വിക്കസ്റ്റ് മെത്തേഡ് നോക്കി, ഏറ്റവും ക്വിക്കസ്റ്റ് മെത്തേഡ് ഇൻ ആർട്ടിഫിഷ്യൽ സീസണിങ്ങിനകത്ത് പറയുന്നതാണ് ബോയിലിംഗ്. പക്ഷേ കോസ്റ്റ്ലി ആണ്, കാരണം ഇത്രയും ടിമ്പറിനെ നമുക്ക് കൊണ്ടിടണം, അതിന്റെ അത്രയും ടെമ്പറേച്ചർ ഇൻക്രീസ്, അപ്പൊ അത്ര ഈസി അല്ല. ആ മെത്തേഡ് ഇച്ചിരി കോസ്റ്റ്ലി ആണ്, but it is one of the quickest method. And electrical seasoning, timber is subjected to alternating current as wood is bad conductor of electricity, produces heat which is utilized in seasoning the timber. അപ്പൊ അങ്ങനെ നമ്മൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മതി കേട്ടോ. കിൻ സീസണിങ് കിന്നിനകത്ത് കൊണ്ട് വെക്കുക. ഓരോ കിന്നെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ക്ലോസ്ഡ് സ്ട്രക്ചറിനെയാണ് നമ്മളൊരു കിന്നെന്ന് പറയുന്നത്. Log of the timber placed in airtight chamber, fully saturated air is forced into at temperature 35 to 40 degrees Celsius. Temperature എത്രയിലാക്കണം, 35 to 40 degrees Celsius temperature അവിടെ മെയിൻറ്റെയിൻ ചെയ്യുക. Then temperature is increased gradually and does not result in evaporation. Relative humidity is not reduced, hence uniformly drying the timber. ഇവിടെ എങ്ങനെയാ നടക്കുന്നതെന്ന് നോക്കിയേ. The temperature is gradually increase and does not result in evaporation. അപ്പം പക്ഷെ ഇവിടെ ഇവോപ്പറേഷൻ അല്ല വലുതായിട്ട് നടക്കുന്നത്. Relative humidity is not reduced, hence uniform drying the. അപ്പൊ ഈക്വൽ ആയിട്ട് ഒരേപോലെ നമുക്ക് അവിടെ ഡ്രൈ അപ്പ് ആയിട്ട് നടത്താൻ പറ്റും. പല ഏരിയയിൽ പല രീതിയിലായിരിക്കും ഇത്ര നടക്കുന്നത്. യൂണിഫോം ആയിട്ട് നമുക്ക് സീസണിങ് കിട്ടണമെങ്കിൽ കിൻ സീസണിങ് ആയിരിക്കും അവിടെ ബെസ്റ്റ് എന്ന് പറയുന്നത്. കെമിക്കൽ സീസണിങ്, കെമിക്കൽസ് ആഡ് ചെയ്യുക. Logs are immersed in solubles of solution of salt that increases the rate of evaporation and helps bring down the duration of seasoning.
ഓക്കെ. ഇനി നാച്ചുറൽ സീസണിങ്, എയർ സീസണിങ് in a shed with platform of height 300 mm timber is stacked. അപ്പം ഇങ്ങനെ പല പല സ്റ്റാക്ക് ആയിട്ട് വെച്ചിട്ട് ആ സ്റ്റാക്കിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 330 സെന്റിമീറ്റർ ആണ്. ഓരോ സ്റ്റാക്കിലും ടിമ്പർ കൊണ്ട് പ്ലേസ് ചെയ്തിരിക്കുക. കെയർ ഈസ് ടേക്കൺ ടു സീ ദാറ്റ് എയർ ക്യാൻ സർക്കുലേറ്റ്. അപ്പൊ എയർ ഈസി ആയിട്ട് ഇതിലേക്കൂടെ സർക്കുലേറ്റ് ചെയ്ത് പോകണം. ഓക്കെ. മോയ്സ്ചർ കണ്ടന്റ് ഡിക്രീസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. Then water seasoning എന്ന് പറയുന്നത് logs of timbers are immersed in water steam such that large portion is placed upstream direction of the flow. വാട്ടർ സീസണിങ്ങിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മൾ വാട്ടറിൽ കൊണ്ട് ഡിപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ആ ഫ്ലോ നടക്കുന്ന സെയിം ഡയറക്ഷനിൽ തന്നെ നമ്മൾ ലോകം കൊണ്ടിടണം. അപ്പൊ പിന്നെ കുറെ ആകുമ്പോഴത്തേക്ക് ഈ സാപ്പും വാട്ടറും കൂടെ അത് സാപ്പ് മൊത്തം ഒഴുകി പോയിട്ട് വാട്ടർ അവിടെ നിന്ന് റീപ്ലേസ് ആയിപ്പോ പിന്നെ നമുക്ക് പെതുക്കെ പെതുക്കെ അവിടെ നിന്ന് വാട്ടർ അങ്ങ് അപ്പൊ ആദ്യമേ അങ്ങ് സാപ്പിനെ അങ്ങ് റിമൂവ് ചെയ്യുക, പിന്നെ വാട്ടറിനെ റിമൂവ് ചെയ്യുക. ഇതാണ് വാട്ടർ സീസണിങ്ങിനകത്ത് വരുന്നത്. ഓക്കെ. ഇനി ലാസ്റ്റ് സെക്ഷൻ, ഇന്നത്തെ സെക്ഷനകത്ത് ലാസ്റ്റ് പോർഷൻ ആണ് കൺവേർഷൻ ഓഫ് ടിമ്പർ. നേരത്തെ ഞാൻ പറഞ്ഞു സോയിങ് ചെയ്യുമ്പോഴും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. The process of sewing the timber into the section of suitable shape and size. നമുക്ക് ആവശ്യമുള്ള ഷേപ്പിലും സൈസിലോട്ട് മാറ്റുന്നതിനെയാണ് കൺവേർഷൻ എന്ന് പറയുന്നത്. കൺവേർഷന് നമ്മൾ പല രീതിയിൽ നമ്മൾ സോ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ആ സോയിങ് തന്നെ ഓർഡിനറി സോയിങ് ഉണ്ട്, ക്വാർട്ടർ സോയിങ്, ടാൻജൻഷ്യൽ സോയിങ് ആൻഡ് റേഡിയൽ സോയിങ്. ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ജസ്റ്റ് ചുമ്മാ ശ്രദ്ധിക്കാതെ പോകരുത്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇവിടുന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഏത് ഡയറക്ഷനിൽ കട്ട് ചെയ്യുമ്പോഴാണ് മാക്സിമം സ്ട്രെങ്ത് വരുന്നത്, അല്ല ഏത് ഡയറക്ഷനിൽ കട്ട് ചെയ്യുമ്പോഴാണ് വീക്ക് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ നോക്കിയേ, കൺവേർഷൻ ഓഫ് ടിമ്പർ. ഫസ്റ്റ് വൺ ഓർഡിനറി സോയിങ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, നമ്മൾ പഠിക്കുമ്പോൾ എന്ത് പഠിക്കണം, അതിന് അനദർ നെയിമും കൂടെ പഠിക്കാം. ഓർഡിനറി സോയിങ്ങിന് 3 പേരുകൾ വേറെയുണ്ട്. ഒന്ന് ബസ്റ്റാർഡ് സോയിങ്. ബസ്റ്റാർഡ് സോയിങ് എന്ന് പറയുന്ന ഓർഡിനറി സോയിങ് ആണ്. അല്ലാതെ ഫ്ലാറ്റ് സോയിങ് എന്ന് പറയുന്ന ഓർഡിനറി ആണ്. സ്ലാബ് സോയിങ്, സ്ലാബ് ആയിട്ട് കട്ട് ചെയ്യുന്ന ഫ്ലാറ്റ്, ഇതെല്ലാം ഒരേ ടേമാ. ഫ്ലാറ്റ് സോയിങ്, സ്ലാബ് സോയിങ്, ബസ്റ്റാർഡ് സോയിങ് ആണ് ഓർഡിനറി സോയിങ് എന്ന് പറയാം. ഇനി ഈ പിക്ചർ നോക്കിയേ, ഇതിനകത്ത് നമുക്ക് പിത്ത് കാണാൻ പറ്റും. ആനുലാർ റേസ് ഉണ്ട്. ആനുലാർ റേസിന് ട്രാൻസ്വേഴ്സ് ആയിട്ടാണ് നമ്മൾ എന്ത് കട്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ടാൻജൻഷ്യൽ ആയിട്ടാണ് ഈ ഒരു കട്ടിങ് ഇവിടെ കൊടുക്കുന്നത്, ഓർഡിനറി സോയിങ് കൊടുക്കുന്നത്. വേസ്റ്റേജ് ഇങ്ങനത്തെ ചെയ്താലുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വേസ്റ്റ് നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഇവിടെ നമ്മൾ ഇച്ചിരി പോർഷന് വേസ്റ്റ് ആവത്തുള്ളൂ. വേസ്റ്റേജ് മിനിമം ആണ്. ഏറ്റവും എക്കണോമിക്കൽ ആയിട്ടുള്ളത്, ഏറ്റവും എക്കണോമിക്കൽ, സ്ട്രെങ്ത് എന്നല്ല ഞാൻ ഇവിടെ പറയുന്നത്, എക്കണോമിക്കൽ നമുക്ക് ഓക്കെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എക്കണോമിക്കൽ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ഓർഡിനറി സോയിങ് ആണ്. Cuts are made tangential to the annular rings. Annular rings ഇത് ആനുലാർ റിംഗ് ആണ്. ആനുലാർ റിംഗ്സിന് ടാൻജൻഷ്യൽ ആയിട്ടാണ് കട്ടിങ് നടത്തിയിരിക്കുന്നത്. സെക്ഷൻസ് ആർ ലയബിൾ ടു ഷ്രിങ്ക്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഷ്രിങ്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സെക്ഷൻസ് ആർ ലയബിൾ ടു ഷ്രിങ്ക്. ഇനി ക്വാർട്ടർ സോയിങ്. ക്വാർട്ടർ സോയിങ് എന്ന് പറഞ്ഞാൽ നോക്കി ഇവിടെ കട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റും. ഓക്കെ, ക്വാർട്ടർ ആയിട്ട് കട്ട് ചെയ്ത് മാറ്റും. അപ്പൊ കട്ട്സ് ആർ മെയ്ഡ് അറ്റ് റൈറ്റ് ആംഗിൾ ടു ഈച്ച് അതർ. അപ്പൊ ഒന്ന് ഇവിടെ ഇങ്ങനെ നേരെയല്ല. വെൻ യൂസ്ഡ് വെൻ ആനുവൽ റിംഗ്സ് ആർ ഇൻഡിസ്റ്റിങ്ക്ട്. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ആനുലാർ റിംഗ്സ് ആർ ഇൻഡിസ്റ്റിങ്ക്ട് ആവുകയാണെങ്കിൽ നമുക്ക് ഇത് എടുക്കാൻ പറ്റും. അടുത്തടുത്ത് നിൽക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു കട്ടിങ് യൂസ് ചെയ്യാൻ പറ്റും. സെക്ഷൻസ് ആർ ലയബിൾ ടു ബെൻഡ് ഇൻ ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ. ഓക്കെ, പക്ഷെ ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ ബെൻഡ് ചെയ്തു പോകും. ഇങ്ങനത്തെ പ്രശ്നം. ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ ബെൻഡ് ചെയ്യുന്നത് ക്വാർട്ടർ ആണ്. അത് 90 ഡിഗ്രിയിലാണ് നമുക്ക് കട്ട് ചെയ്യുന്നത്. പിന്നെ ആനുലാർ റിംഗ്സ് ഇൻഡിസ്റ്റിങ്ക്ട് ആവുകയാണെങ്കിൽ നമുക്ക് ഇതൊന്ന് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് അകന്നകന്ന് നിൽക്കുവാണെങ്കിൽ അവിടെ നമുക്ക് അത് എടുക്കാൻ പറ്റത്തില്ല. ടാൻജൻഷ്യൽ സോയിങ്. ടാൻജൻഷ്യൽ സോയിങ് എന്ന് പറഞ്ഞാല് ഇവിടെ കണ്ടോ, പ്ലെയിൻ സോയിങ് ഈസ് ഓൾസോ നോൺ ഓഫ് പ്ലെയിൻ സോയിങ് കേട്ടോ. അപ്പൊ അവിടെ നോട്ട് ചെയ്തോണേ, ടാൻജൻഷ്യൽ സോയിങ് എന്ന് പറയുന്ന വേറൊരു പേരാണ് പ്ലെയിൻ സോയിങ്. ഏതാണ്ട് ഇങ്ങനെ കട്ട്, നമ്മൾ നേരത്തെ ഇങ്ങനെ കട്ട് ചെയ്ത്, ഇപ്പൊ ദാണ്ട് തിരിച്ച് കട്ട് ചെയ്യും. ഇങ്ങനെ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്യുന്നതാണ്. എല്ലാ രീതിയിലും പറയാൻ കേട്ടോ, ഇങ്ങനെയും കട്ട് ചെയ്യാം, ഇങ്ങനെയും കട്ട് ചെയ്യാം. പക്ഷെ ഇതാണ് കൂടുതൽ നമ്മൾ എടുക്കുന്നത്. കട്ട്സ് ആർ മെയ്ഡ് ടാൻജൻഷ്യൽ ടു ദ ആനുവൽ റിംഗ്സ് ദാറ്റ് മീറ്റ് ഈച്ച് അതർ അറ്റ് റൈറ്റ് ആംഗിൾസ്. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക, ഇങ്ങനെ കട്ട് ചെയ്യാം, ഇങ്ങനെ കട്ട് ചെയ്യാം, ഇങ്ങനെ കട്ട് ചെയ്യാം. ഇത് രണ്ടും ടാൻജൻഷ്യൽ അല്ലെങ്കിൽ പ്ലെയിൻ സോയിങ് എന്ന് പറയാം. സ്ട്രെങ്ത് ഒബ്റ്റെയിൻ ഇൻ ദിസ് സെക്ഷൻ ഈസ് മിനിമം. പ്രശ്നം എന്ന് പറഞ്ഞാല് ഏറ്റവും മിനിമം സ്ട്രെങ്ത് കിട്ടുന്ന മെത്തേഡാണ് ടാൻജൻഷ്യൽ. മെഡില്ലറി റേസിനെ നമ്മൾ കട്ട് ചെയ്ത് വിടും.
മെഡുലറി റേസിനെ കട്ട് ചെയ്ത് വിടുവാണെങ്കിൽ എന്താ പ്രശ്നം? മെഡുലറി റേസ് ആണ് ആനുവൽ റിങ്സിനെ പിടിച്ചു നിർത്തുന്നത്. അപ്പൊ അത് കട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ അവിടെ സ്ട്രെങ്ത് നമുക്ക് പ്രോപ്പർ ആയിട്ട് കിട്ടത്തില്ല. ഇത് അത്രയ്ക്ക് നല്ലൊരു എഫിഷ്യന്റ് മെത്തേഡ് അല്ല ടാൻജൻഷ്യൽ സോയിങ്. ഓക്കെ, as medullary rays are also cut and that are used for holding the annual rings in position. ടാൻജൻഷ്യൽ സോയിങ് എന്ന് പറയുന്നത് മിനിമം സ്ട്രെങ്ത് കിട്ടുന്നതാണ് ടാൻജൻഷ്യൽ സോയിങ്. പിന്നെ റേഡിയൽ സോയിങ്, റേഡിയൽ സോയിങ് എന്ന് പറയുന്ന വേറെ ബാൻഡാണ് എന്താണ് മെഡുലറി റേസിനെ അലോങ് ആയിട്ട് കട്ട് ചെയ്യുന്നത് കേട്ടോ. അതിന് റിഫ്റ്റ് സോയിങ് എന്നും പറയും. കട്ട്സ് മെയ്ഡ് പാരലൽ ടു ദ മെഡുലറി റേസ്. അപ്പൊ നല്ല സ്ട്രെങ്ത് ആയിരിക്കും, മെഡുലറി റേസ് കട്ട് ആവത്തില്ല. ഓക്കെ, അല്ല വേറെ റേഡിയൽ ഡയറക്ഷനിലാണ് കട്ടിങ് നടക്കുന്ന ഡെക്കറേറ്റീവ് എഫക്റ്റ് ആണ് കൂടുതലും വരുന്നത്. സ്ട്രോങ്സ്റ്റ് സെക്ഷൻ ആണ് ഇസ് ഒബ്റ്റൈൻഡ്, പക്ഷെ വേസ്റ്റേജ് ഓൾസോ മാക്സിമം. ഒരുപാട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടുപോകും, വേസ്റ്റേജ് കൂടുതലാണ്. അത് നമുക്ക് എക്കണോമിക്കൽ അല്ല. അപ്പൊ എക്കണോമിക്കൽ എന്ന് പറഞ്ഞ ഒറ്റ മെത്തേഡേ ഉള്ളൂ, ഓർഡിനറി സോയിങ് അല്ലെങ്കിൽ ബസ്റ്റാർഡ് സോയിങ് ആണ് നമുക്ക് എക്കണോമിക്കൽ ആയിട്ടുള്ളത്. പക്ഷെ സ്ട്രെങ്ത് കൂടുതൽ ഏതാന്ന് പറഞ്ഞാല് റേഡിയൽ സോയിങ്. മെഡുലറി റേസിന് പാരലായിട്ട് കട്ട് ചെയ്യുന്നതുകൊണ്ട് റേഡിയൽ സോയിങ് ആണ് സ്ട്രെങ്ത് കൂടുതൽ. ഓക്കെ, ഇനി പ്രിസർവേഷൻ നോക്കാം. Preservation is carried out in order to increase the life of the timber structure to make it more durable and increase its resistance against attack of fungi, insects and termites. നേരത്തെ പറഞ്ഞാണല്ലോ നിങ്ങൾക്ക്, നമ്മൾ എന്താണ് സ്റ്റോർ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഫംഗസും ഇൻസെക്ട്സ് ഒക്കെ അറ്റാക്ക് ചെയ്ത് വരും. അതിൽ നിന്നൊക്കെ ഒന്ന് പ്രിസർവ് ചെയ്യാൻ വേണ്ടി കുറെ പ്രിസർവേറ്റീവ്സ് നമ്മൾ യൂസ് ചെയ്യും. പ്രിസർവേറ്റീവ്സിന്റെ പേര് ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഈ ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന ആസ്ക്യൂ, ആർസെനിക് കോപ്പർ ട്രീറ്റ്മെന്റ് എന്ന് പറയും കേട്ടോ. ആസ്ക്യൂ എന്ന് മാത്രമേ ചിലപ്പോൾ ഓപ്ഷനിൽ കാണൂ. ആർസെനിക് കോപ്പർ ട്രീറ്റ്മെന്റ്. ടിംബർ ഈസ് കോട്ടഡ് വിത്ത് സൊല്യൂഷൻ ഓഫ് ആർസെനിക് പെന്റോക്സൈഡ്, കോപ്പർ സൾഫേറ്റ് ആൻഡ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. അത്ര അറിഞ്ഞിരുന്നാൽ മതി. ആസ്ക്യൂ ആ പേര് തന്നെ കൂടുതലാണ്. ദിസ് ട്രീറ്റ്മെന്റ് ഇൻക്രീസസ് ദ റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് അറ്റാക്ക് ഓഫ് വൈറ്റ് ആൻഡ്സ്. അപ്പൊ വൈറ്റ് ആൻഡിൽ നിന്നുള്ള അറ്റാക്കിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഏത് യൂസ് ചെയ്യുന്നത്? ആസ്ക്യൂ ടെക്നിക് യൂസ് ചെയ്യുന്ന, അല്ല ആസ്ക്യൂ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആർസെനിക് കോപ്പർ ട്രീറ്റ്മെന്റ്. വൈറ്റ് ആൻഡ്സിൽ നിന്നൊക്കെ ആ ഒരു ടിംബറിനെ പ്രിവെന്റ് ചെയ്യിക്കാൻ വേണ്ടി. ഇനി കെമിക്കൽ സോൾട്സ് നമ്മൾ യൂസ് ചെയ്യും, സച്ച് കോപ്പർ സൾഫേറ്റ്, സിങ്ക് ക്ലോറൈഡ്, മെർക്കുറി ക്ലോറൈഡ്, സോഡിയം ഫ്ലൂറൈഡ് ആൻഡ് ഇൻക്രീസസ് ദ ഡ്യൂറബിലിറ്റി ഓഫ് ദി സ്ട്രക്ചർ. ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഡ്യൂറബിലിറ്റി ഇൻക്രീസ് ചെയ്യിക്കാം. ഇനി വിത്ത് കോൾ ടാർ, ടാർ നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ നമുക്കത് എന്താ പ്രിസർവ് ചെയ്യിക്കാൻ പറ്റും. ഹോട്ട് ടാർ ഈസ് അപ്ലൈഡ് ഓവർ ദ സർഫസ്, ഇൻക്രീസ് ദ റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ഫയർ. ഫയർ റെസിസ്റ്റൻസ് ചെയ്യുന്ന, കാരണം ടാർ അധികം പെട്ടെന്ന് തീ കയറി പിടിക്കത്തില്ല, അപ്പൊ അത് ഉരുകത്തൊക്കെ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഫയർ റെസിസ്റ്റൻസിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി കോൾ ടാർ യൂസ് ചെയ്യാം. ദെൻ ക്രയോസോട്ട് ഓയിൽ, ക്രിയോസോട്ട് ഓയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്രിയോസോട്ട് ഓയിൽ പ്രൊഡ്യൂസ്ഡ് ബൈ ഡിസ്റ്റിലേഷൻ ഓഫ് ടാർ. ആപ്ലിക്കേഷൻ ഓഫ് ക്രിയോസോട്ട് ഓയിൽ ഓൾമോസ്റ്റ് ഡബിൾ ലൈഫ് ഓഫ് ടിംബർ. അപ്പൊ ഇത് അപ്ലൈ ചെയ്തുവാണ്, ടാറിന്റെ ഒരു വേറൊരു വേർഷൻ ആണ്. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ, അതിന്റെ ഇരട്ടിയായിട്ട് ലൈഫ് ടൈം നമുക്ക് കൂട്ടാൻ പറ്റും. The process of application is called creosotic, in which oil at the temperature of 50 degrees Celsius, pressure 0.7 to 1 Newton per mm square is applied uniformly over the timber. അപ്പൊ ആദ്യമേ ടെമ്പറേച്ചർ ഓയിലിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 50 ഡിഗ്രി സെൽഷ്യസിൽ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്ലൈ ചെയ്യേണ്ട പ്രഷർ എന്ന് പറയുന്നത് 0.7 to 1 Newton per mm square. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് ഇന്നത്തെ സെക്ഷനിൽ ഡീൽ ചെയ്യുന്നത്. പിന്നെ ബാക്കി കുറച്ചൊക്കെ എളുപ്പമുള്ള കാര്യങ്ങളുണ്ട്. ഓയിൽ പെയിന്റ്സ്, സോളിഗ്നം പെയിന്റ്സ് ഒക്കെ ആഡ് ചെയ്താൽ അപ്പൊ സോളിഗ്നം പെയിന്റ്സ് വെച്ചിട്ട് നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു പേര് ഒന്ന് രണ്ട് പേരുകളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. വൗച്ചറീസ് പ്രോസസ്, ആക്ച്വലി അതിന്റെ ഞാനൊന്ന് ജസ്റ്റ് റീഡ് ചെയ്യാൻ വേണ്ടിയുള്ളൂ, നമുക്ക് ഇൻഡെപ്തി പഠിക്കണ്ട. പ്രിസർവേഷൻ മെത്തേഡിനകത്ത് മാത്രം ഇൻക്ലൂഡ് ചെയ്താണ് വൗച്ചറി പ്രോസസ്സും ദെൻ ബീതൽ പ്രോസസ്. പേര് മാത്രം മതി കേട്ടോ. ഫ്യൂവൽ സെൽ ഓർ ബീതൽ പ്രോസസ്, ഇതൊരു പ്രിസർവേഷൻ മെത്തേഡാണ്. വൗച്ചറി പ്രോസസ് ഒരു പ്രിസർവേഷൻ മെത്തേഡാണ്. നമുക്ക് അതിന്റെ ആപ്ലിക്കേഷൻ കാര്യങ്ങൾ ഇൻഡെപ്തിൽ വേണ്ട. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നീറ്റായിട്ട് പഠിക്കും. ഓക്കെ, താങ്ക് യു.